половина
ഹലോ, ഓഡിബിൾ ആണോ നിങ്ങൾക്ക്? ഓക്കെ. ഇന്നലെ എന്തൊക്കെയാ പറഞ്ഞേ? ഇന്നലെ എന്തൊക്കെയാ നമ്മൾ പഠിപ്പിച്ചേ? ഒന്ന് റിവൈൻഡ് ചെയ്തോളൂ. ഏത് ആക്ടിനെ കുറിച്ചിട്ടാ പറഞ്ഞേ? ഓർമ്മയുണ്ടോ? എന്താ പറഞ്ഞേ? പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് ആയിരുന്നു പറഞ്ഞേ. അതില് എന്തൊക്കെയാ പറഞ്ഞേ? ഒന്ന് റിവൈൻഡ് ചെയ്തേ. ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ ഒന്ന് വേഗം റിവൈൻഡ് ചെയ്തോ. പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി, സ്കോപ്പ് പറഞ്ഞു, ഒബ്ജക്റ്റീവ്സ് പറഞ്ഞു. പിന്നെ എന്തൊക്കെയാ പറഞ്ഞേ? എന്തൊക്കെയാ പിന്നെ വേറെ പറഞ്ഞേ? പറഞ്ഞോ, പോരട്ടെ. റെസ്പോൺസിബിലിറ്റി, ഹൂസ് റെസ്പോൺസിബിൾ എന്നുള്ളത് പറഞ്ഞു. ഓക്കെ, അത് എന്തൊക്കെയാന്നുള്ളത് കൂടെ പറ. ഫസ്റ്റ് ഗ്രാറ്റുവിറ്റി എന്താന്നുള്ളത് പറഞ്ഞു അല്ല, ഏത് ഇയർ ആയിരുന്നു പറ. അതുമാതിരി ഗ്രാറ്റുവിറ്റിയുടെ എന്തൊക്കെയാ നമ്മൾ പഠിച്ച, ഗ്രാറ്റുവിറ്റി എന്ന് പറയുന്നത് എന്തൊക്കെയാ പഠിച്ച ഓർമ്മ ഉണ്ടോ? ഒരു സെക്കൻഡ് കേട്ടോ, ഞാൻ നിങ്ങളുടെ PDF ഡൗൺലോഡ് ചെയ്തോണ്ടിരിക്കാം. ഓക്കെ. 1972 സെപ്റ്റംബർ 16 ആയിരുന്നു നമ്മൾ കെയിം ഇൻ ടു എഫക്ട് ഡേറ്റ്. പിന്നെ എന്തൊക്കെയായിരുന്നു, എന്തായിരുന്നു ഗ്രാറ്റുവിറ്റി എന്നുള്ളത് പറഞ്ഞ നമ്മള്? എന്താ ഗ്രാറ്റുവിറ്റി എന്നുള്ളത് പറഞ്ഞ ഓർമ്മ ഉണ്ടോ? അതെ, റിട്ടയർമെന്റ് ബെനിഫിറ്റ്, ഒരു സോഷ്യൽ സെക്യൂരിറ്റി, അത് ഒബ്ജക്റ്റീവ്സ്. യെസ്, ഒബ്ജക്റ്റീവ്സ് നമ്മൾ പറഞ്ഞു. അതിന് മുന്നേ എന്തായിരുന്നു ഗ്രാറ്റുവിറ്റി? ഗ്രാറ്റുവിറ്റി എന്ന് പറയുന്നത് ഒരു ഡെഫിനിഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അത് ഓർമ്മയില്ല? എന്തായിരുന്നു ഗ്രാറ്റുവിറ്റി? ഒരു ലംസം പേയ്മെന്റ് ആയിരുന്നു. അതെ, എംപ്ലോയീസിന് ലംസം പേയ്മെന്റ് ആയിരുന്നു. ഓക്കെ, അതൊക്കെ കഴിഞ്ഞു. പിന്നെ എന്തൊക്കെയാ പറഞ്ഞ? പിന്നെ ബാക്കി പറഞ്ഞു. ഒബ്ജക്റ്റീവ്സ് നമ്മൾ പറഞ്ഞു, ഓൾറെഡി ഇവിടെ അനശ്വര പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തൊക്കെയാ പഠിച്ചത് നമ്മള് ഗ്രാറ്റുവിറ്റി ആക്ടിലെ? ആപ്ലിക്കബിലിറ്റി എവിടേക്കായിരുന്നു? പറഞ്ഞോ. ഫാക്ടറി, അതെ. പിന്നെ എന്തായിരുന്നു? മൈൻ, അതെ. പിന്നെ കഴിഞ്ഞോ? ഓയിൽ ഫീൽഡ്, ഓക്കെ. വേഗം. പോർട്ട്. പിന്നെ എന്തൊക്കെയായിരുന്നു? റെയിൽവേ, ഓക്കെ. എസ്റ്റാബ്ലിഷ്മെന്റ് ഓർ മോർ, അതെ, 10 or more persons, plantations, ഓക്കെ. പിന്നെന്തായിരുന്നു? മറ്റേ എസ്റ്റാബ്ലിഷ്മെന്റിൽ എന്തായിരുന്നു? ഒരു ചെറിയൊരു പോയിന്റ് കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? സെൻട്രൽ ഗവൺമെന്റിന്റെ ഒഫീഷ്യൽ ഗസറ്റിൽ നോട്ടിഫിക്കേഷൻ, അത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? യെസ്. പിന്നെ എന്തൊക്കെയാ? വേഗം ഒന്ന് റിവൈൻഡ് ചെയ്യൂ. സ്പെസിഫൈഡ് ബൈ സെൻട്രൽ ഗവൺമെന്റ്. യെസ്. പിന്നെ എന്തൊക്കെയാ നമ്മള് പറഞ്ഞ? ഒന്ന് വേഗം ഒന്ന് പറ, സമയം അധികം ഇല്ല. പോരട്ടെ. പിന്നെ എംപ്ലോയി ആരാന്ന് പറഞ്ഞു? എംപ്ലോയി പെനാൽറ്റി പറഞ്ഞു, ഡെഫിനിഷൻ ഓഫ് എംപ്ലോയി എന്തായിരുന്നു? നമ്മുടെ എംപ്ലോയിയുടെ സെക്ഷൻ വരുന്നത് സെക്ഷൻ 2E, ഓക്കെ. പിന്നെ എന്തൊക്കെയാ പറഞ്ഞ? എംപ്ലോയി എന്ന് പറയുന്നത് ആരൊക്കെ ഇൻക്ലൂഡ് ആവും എംപ്ലോയിലെ? ആരൊക്കെ ഇൻക്ലൂഡ് ആവും പറയ്.
ഓക്കെ. എനി പേഴ്സൺ അതർ ദാൻ അപ്രന്റൈസ്. പിന്നെ എന്തൊക്കെയായിരുന്നു? ഹയർ ഓർ വേജസ്, എംപ്ലോയിഡ് ഓൺ വേജസ്, എനി പേഴ്സൺ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എംപ്ലോയി പറഞ്ഞു. എംപ്ലോയറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നോ നമ്മള്? എംപ്ലോയർ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അല്ലെ? എംപ്ലോയർ നമ്മുടെ ബോണസ് പ്രകാരമായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ. വേജസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? വേജസ് എന്താന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു വേജസ്? ഓർമ്മയുണ്ടോ? ഓൾ റെമ്യൂണറേഷൻ. ഓക്കെ, ഓൾ റെമ്യൂണറേഷൻ. പിന്നെ എന്തൊക്കെയായിരുന്നു? പോരട്ടെ, വേഗം വേഗം പോരട്ടെ. അതെ, ഡ്യൂട്ടിയിൽ ഇരിക്കുമ്പോഴോ ലീവിൽ ഇരിക്കുമ്പോഴോ കിട്ടുന്ന പേയ്മെന്റ്സ് അല്ലെ, അല്ലെങ്കിൽ റെമ്യൂണറേഷൻ. ഓക്കെ, പെയ്ഡ് ഇൻ ക്യാഷ്. ഓക്കെ. പിന്നെന്താ, എന്തൊക്കെ ഇൻക്ലൂഡ് ആവാത്തത് ഇതില് ഓർമ്മ? ആ യെസ്, ഡി എ ഇൻക്ലൂഡ് ആവുന്നുണ്ട്. ബോണസ് കമ്മീഷൻ ഒക്കെ എന്താണ്, എക്സ്ക്ലൂഡഡ് ആണ് അല്ലെ? യെസ്. പിന്നെ മാക്സിമം ഗ്രാറ്റുവിറ്റി എത്ര നമുക്ക് കൊടുക്കാൻ പറ്റും ഒരു എംപ്ലോയിക്ക്? 20 lakh. ഓക്കെ. ബട്ട് ആസ് പെർ ടെക്സ്റ്റ് ബുക്ക് നമുക്ക് എത്ര ലാക്കാണ് പറഞ്ഞിട്ടുള്ള? 10 lakh. ഓക്കെ. പിന്നെ എന്തൊക്കെയാ പറഞ്ഞ നമ്മള്? പെനാൽറ്റീസ് അല്ലെ? പെനാൽറ്റീസ് എത്ര പറഞ്ഞു? പെനാൽറ്റീസ് എന്താ പറഞ്ഞ? ഫൈൻ എത്ര രൂപ തൊട്ട് എത്ര രൂപ വരെയാണോ? ഇംപ്രസൺമെന്റ് എത്ര സമയം തൊട്ട് എത്ര സമയം വരെ പറഞ്ഞ പെനാൽറ്റി? ഓർമ്മ? വേഗം വേഗം ആൻസർ പറ. യെസ്, 10K to 20K. ഇംപ്രസൺമെന്റ് 6 months to 2 years അല്ലേ? പിന്നെന്താ പറഞ്ഞ? നോമിനി ഫാമിലി ഉള്ളപ്പോ ഒരു നോമിനി ആരും ഉണ്ടായിരുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോ എന്താണ്, ഫാമിലി ഉണ്ടായി. അപ്പൊ ഏത് ഫോമിലാ നമ്മൾ കൊടുക്കുക? ഫോം നമ്പർ നോമിനിനെ ചേഞ്ച് ചെയ്യണമെങ്കിൽ ജി. ഓക്കെ. യെസ്. പിന്നെ നമ്മുടെ മറ്റേ സംഭവങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ ആ പ്രൊവിഷൻസ് റിലേറ്റഡ് ടു സബ്മിഷൻ അല്ലെ, അതിന് ഏതൊക്കെ ഫോംസ് ആണ് നമ്മൾ പറഞ്ഞിടുന്നത്? ആപ്ലിക്കേഷൻ കൊടുക്കണം. അതിനൊക്കെ ഏതൊക്കെ ഫോംസ്? 3 ഫോംസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ലീഗൽ റെപ്രസെന്റേറ്റീവോ എംപ്ലോയിയോ അല്ലെങ്കിൽ ഓതറൈസ്ഡ് ഏജന്റോ കൊടുക്കുന്ന ഒരു 3 ഫോംസിന്റെ കാര്യം പറഞ്ഞു. ഏതൊക്കെയായിരുന്നു? IJK. യെസ്. ഇനി ഗ്രാറ്റുവിറ്റി റിക്കവർ ചെയ്യാണ് അല്ലെ? എങ്ങനെയാണ് ഗ്രാറ്റുവിറ്റി റിക്കവർ ചെയ്യുക? എങ്ങനെയാണ് പ്രൊസീജിയേഴ്സ് പറയും? വേഗം. കളക്ടർ ആദ്യം നമ്മുടെ അപ്രോപ്രിയേറ്റ് ഗവൺമെന്റ് അല്ലെ എന്ത് കൊടുക്കും? ഡയറക്ട്ലി ആർക്ക് കൊടുക്കും? കളക്ടർക്ക് കാര്യങ്ങൾ പറയും. കളക്ടർ ഏത് രീതിയിലാണ് റിക്കവർ ചെയ്യുക ഗ്രാറ്റുവിറ്റി? ഒരു പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കളക്ടർ ഗ്രാറ്റുവിറ്റി റിക്കവർ ചെയ്യുന്ന രീതി എന്താണ്? അരിയർ ഓഫ് ലാൻഡ് റവന്യൂ കേട്ടോ. ലാൻഡ് റവന്യൂ അല്ല, അരിയർ ഓഫ് ലാൻഡ് റവന്യൂ. ഓക്കെ, അരിയർ ഓഫ് ലാൻഡ് റവന്യൂ അങ്ങനെ പറയാം കേട്ടോ. ഓക്കെ, യെസ്. പിന്നെ ഏത് ഫോമിലാണ് കളക്ടർക്ക് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുക? യെസ്, ഫോം നമ്പർ T. അപ്പോൾ അടിപൊളിയായിട്ട് എല്ലാവരും സമ്മപ്പ് ചെയ്ത് നമ്മൾ കാര്യങ്ങള്. ഓക്കെ, അപ്പൊ നമ്മൾ 2 ലെസൺ കഴിഞ്ഞു. ഏതൊക്കെ? ബോണസ് ലെസണും കഴിഞ്ഞു, ഗ്രാറ്റുവിറ്റി ലെസണും കഴിഞ്ഞു. ഓക്കെ, നമ്മൾ ഇനി മൂവ് ചെയ്യാൻ പോകുന്ന ലെസൺ എന്ന് പറയുന്നത് എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട് 1948. ഓക്കെ, ഹെഡിങ് കൊടുത്തോ. എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട് 1948, 1948 കേട്ടോ. എഴുതി കഴിഞ്ഞാൽ പറയാം. നിങ്ങക്ക് സ്ക്രീൻ വിസിബിൾ ആണോ? ഒന്ന് പറയോ?
സ്ക്രീൻ വിസിബിൾ ആണോ? എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട് 1948. ഓക്കെ, കൊടുത്തോ. എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട് 1948. കഴിഞ്ഞോ? എഴുതി കഴിഞ്ഞാൽ പറയട്ടോ. കഴിഞ്ഞ ഒന്ന് പറയേ. ഹെഡിങ് ലെസണിന്റെ പേര് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയും. കഴിഞ്ഞ പറയാം. ഓക്കെ, ഇനി ശ്രദ്ധിച്ചോ. എന്തൊട്ടാണ് ഇൻഷുറൻസ്? എന്താണ് മീനിങ് ഓഫ് ഇൻഷുറൻസ്? ആർക്കെങ്കിലും ഗ്രാറ്റുവിറ്റി എന്നുള്ള നമ്മൾ ചോദിച്ചപ്പോൾ നമുക്കൊന്നും അറിയില്ല പറഞ്ഞു. എന്താണ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്? എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ്, ESI എന്ന് പറയും നമ്മൾ. ഓക്കെ, ESI, എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ്. ESIC എന്ന് പറയും, അതായത് എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ എന്ന് പറയും. ഓക്കെ, ESIC എന്ന് പറയും. അതായത് ESIC എന്ന് പറയണെങ്കിൽ എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ. നമ്മളെ ലെസൺ എന്ന് പറയുന്നത് ESI. ഓക്കെ, എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട്. എന്താണ് അറിയോ ആർക്കെങ്കിലും? ഇതിനെ കുറിച്ചിട്ട് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ESI ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറ, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറ. അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയാ. അതെല്ലാം എന്തെങ്കിലും അറിയെങ്കിൽ അത് ചാറ്റിൽ വന്നിടും. ഹലോ, പോയോ എല്ലാവരും? എംപ്ലോയിയെ സെക്യൂർ ചെയ്യാനുള്ള ഇൻഷുറൻസ്. ഓക്കെ, എംപ്ലോയിനെ സെക്യൂർ ചെയ്യാനുള്ള ഇൻഷുറൻസ്. അത് ഇൻഷുറൻസ് എന്താ അല്ലെങ്കിൽ എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസിന്റെ മീനിങ് എന്താ ഉദ്ദേശിക്കുന്നത് ശരിക്കും പറയാ ചനാനശ്വര? അല്ലെങ്കിൽ ഷഹ്ല, രാഹുൽ ഒന്ന് പറയ്. നന്ദന അറിയാവുന്നതാണെങ്കിൽ പറ. എന്താണ് ഇൻഷുറൻസ് എന്നുള്ള ഒരു സബ്ജക്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കണേ? അറിയോ ആർക്കെങ്കിലും? നമുക്ക് പറയാനാണ്. വേഗം വേഗം. ഇല്ല, അറിയില്ല. ഓക്കെ, ഇനി വേറെ ആർക്കെങ്കിലും എനി ഐഡിയാസ് ഓർ എനി നോളജ് അബൌട്ട് ദിസ് ടോപ്പിക്? ഇല്ല. ഓക്കെ, പിന്നെ നമ്മുടെ നന്ദനൊക്കെ എവിടെ പോയി? അറിയില്ല. ഓക്കെ, ഷഹ്ല എന്തെങ്കിലും ഒപ്പീനിയൻ ഉണ്ടോ? അറിയില്ല. ഓക്കെ ഓക്കെ, തന്നെയായിരുന്നു അല്ലെ? നമ്മളെ ഗ്രാറ്റുവിറ്റിയുടെ കാര്യം ഇങ്ങനെ തന്നെയായിരുന്നു അല്ലേ? ഗ്രാറ്റുവിറ്റി എന്താ ചോദിച്ചപ്പോ ഒന്നും അറിയില്ല അല്ലെ? അല്ലെ? റെസ്പോണ്ട് ചെയ്തോ. പോയോ എല്ലാവരും? അതോടെ ഉണ്ടോ? ഉണ്ട്. ഓക്കെ, അപ്പോ എന്താണ് എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
ഇത് എന്തിനാണ് വന്നത്? ഓക്കെ, അല്ലെങ്കിൽ ഗ്രാറ്റുവിറ്റി ഇപ്പൊ നമ്മൾ എന്താണെന്ന് പറഞ്ഞു അല്ലെ. ഇത് ഈ ഇൻഷുറൻസ്, എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് എന്തിനാ വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് എയിംസ് അറ്റ്, അത് എന്തിനു എയിം ചെയ്യുന്നു? ഫോർ പ്രൊവൈഡിങ്, ഓക്കെ, പ്രൊവൈഡിങ് certain cash benefit to employees in the event of sickness, maternity, employment injury and medical facility. അതായത് നമ്മൾ വർക്കിംഗ് ആയിട്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് എന്തെങ്കിലും സിക്നെസ് വരികയാണ്, അല്ലെങ്കിൽ മെറ്റേണിറ്റി, നമുക്കറിയാം ഈ പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന സ്ത്രീകൾക്ക് കിട്ടുന്ന ഒരു ലീവാണ് മെറ്റേണിറ്റി ലീവ്. എംപ്ലോയ്മെന്റ് ഇഞ്ചുറി, നമ്മൾ ഓൺ ജോബ് ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് എന്താണ് എന്തെങ്കിലും ഇഞ്ചുറി വരികയാണ്, അല്ലെങ്കിൽ മെഡിക്കൽ കണ്ടീഷൻസ് എന്തെങ്കിലും വീക്ക് ആവുകയാണ്. അപ്പൊ നമ്മൾ കൊടുക്കുന്ന ക്യാഷ് ബെനിഫിറ്റിനെ നമ്മൾ എന്ത് പറയുന്നത്? ഈ എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? മനസ്സിലാവുന്നുണ്ടോ പറയണത്? ക്ലിയർ ആണോ വോയിസ്? യെസ്. അപ്പൊ ഒന്നുമില്ല, സിമ്പിൾ ആയിട്ട് പറയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ ഓൾറെഡി വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വരികയാണ്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും എന്താ പറയാ ലൈക്ക് എല്ലാ ഇഷ്യൂസ് വരികയാണ്. അങ്ങനെ ഇഷ്യൂസ് ഒക്കെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ, അതായത് നമുക്ക് നമ്മുടെ കമ്പനി വക അല്ലെങ്കിൽ എംപ്ലോയർ വക, ഓക്കെ, നമ്മൾ എല്ലാ മാസവും നമ്മുടെ സാലറിയിൽ നിന്ന് ഒരു സർട്ടൻ പെർസെന്റേജ് നമ്മൾ അതിന് വേണ്ടി മാറ്റി വയ്ക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു ചെറിയ ശതമാനം, ഓക്കെ, എത്ര ശതമാനം എങ്ങനെയാന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ ആ പെർസെൻറ്റേജ് എന്ത് ചെയ്യുന്നു? ആ പെർസെൻറ്റേജ് അങ്ങനെ എല്ലാ മാസവും അങ്ങനെ പോയി നമുക്ക് എന്തെങ്കിലും ഇഷ്യൂസ് വരുമ്പോൾ എന്താണ് നമുക്ക് ടോട്ടൽ ആയിട്ട് കിട്ടുന്നു. ഓക്കെ, അതിനാണ് എന്ത് പറയുന്നത്? എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് എന്നുള്ളത് പറയുന്നത്. മനസ്സിലായോ? അതൊരു റെഗുലേറ്ററി ബോഡി മാതിരി നമ്മൾ കൊണ്ടുപോവാണത്. ഓക്കെ, അതുകൊണ്ടാണ് അതിന് ഇത്ര റൂളും ആക്റ്റും ഒക്കെ വന്നിട്ടുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? ഇതൊക്കെ ന്യൂ ആയിട്ടുള്ള ടോപ്പിക് ആയിരിക്കും അല്ലെ നിങ്ങൾക്ക്? പുതിയ ടോപ്പിക് ആയിരിക്കും അല്ലേ? ഓക്കെ. അപ്പം എന്താ പറയണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോ, നമ്മുടെ എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് എയിംസ് അറ്റ് പ്രൊവൈഡിങ് എ സർട്ടൻ ക്യാഷ് ബെനിഫിറ്റ് ടു എംപ്ലോയീസ്. നോട്ട് ചെയ്തോളൂ കേട്ടോ. എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട് 1948 aims at providing certain cash benefits to employees in the event of sickness, maternity, employment injury and medical conditions. Okay. It aims at providing certain cash benefits to employees in the event of sickness, maternity, employment injury and medical facilities അല്ലെങ്കിൽ medical conditions എന്ന് എഴുതാം കേട്ടോ. എഴുതിക്കഴിഞ്ഞോ? കംപ്ലീറ്റ് ആയോ? അപ്പൊ ഒന്നുമില്ല, എന്താണ് നമ്മൾ നമ്മുടെ എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ്, ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണ് അത് എന്ത് ചെയ്തിട്ടുള്ളത്, സെറ്റപ്പ് ചെയ്തിട്ടുള്ളത് നമ്മൾ പറയുന്നത്, എന്താണ് അതിന്റെ എന്തിനാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് പറഞ്ഞു. ഓക്കെ, അതിന്റെ എയിം എന്നുള്ളത്. ഓക്കെ, ഇനി നമ്മളടുത്ത് എന്താ സാധാരണ ഡിസ്കസ് ചെയ്യാറ്? അതിന്റെ ഇഫക്റ്റീവ് ഡേറ്റും പിന്നെ എന്താണ് എവിടെയാണ് സ്കോപ്പ് എന്നുള്ളത്. സ്കോപ്പ് ആൻഡ് ഇഫക്റ്റീവ് ഡേറ്റ് പിന്നെ ആപ്ലിക്കബിലിറ്റി, അതല്ലേ പറയാറ്. അപ്പോൾ എഴുതിക്കോ, എഫക്റ്റീവ് ഡേറ്റ് എന്ന് പറയുന്നത് 19 April 1948, 19/4/1948 came into effect on, അല്ലെങ്കിൽ came into enforce on 19 April 1948. 1948 ഏപ്രിൽ 19 എന്ത് ചെയ്തിട്ടുള്ളത്? ഇത് ഇംപ്ലിമെന്റ് ആയിട്ടുള്ളത്. ഓക്കെ, ഇംപ്ലിമെന്റ് റെക്കമെൻഡേഷൻ ഒരു പ്രൊഫസർ BP അഡാർക്കർ, അതായത് ADARKAR പ്രൊഫസർ BP അഡാർക്കർ എന്ന് പറഞ്ഞിട്ടുള്ള ആള് റെക്കമെൻഡ് ചെയ്തിട്ട് ആണ് ഈ ഒരു ആക്ട് വന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് നമ്മുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്ക് ഇനി സിക്നസ് മൂലം എന്തെങ്കിലും ഇഷ്യൂസ് വരികയാണെങ്കിൽ നമ്മുടെ കമ്പനി തന്നെ എന്ത് കൊടുക്കണം? ഒരു റെക്കമെൻഡേഷൻ കൊടുക്കണം എന്നുള്ളത് ഒരു റെക്കമെൻഡേഷൻ നമ്മുടെ BP അഡാർക്കർ എന്ന് പറഞ്ഞ പ്രൊഫസർ BP അഡാർക്കർ എന്ന് പറഞ്ഞ ആള്
റെക്കമെൻഡേഷൻ വെച്ചപ്പോഴാണ് ശരിക്കും ഇങ്ങനത്തെ ഒരു ആക്ട് വന്നതും പാസ്സായതും ഇംപ്ലിമെന്റ് ചെയ്തത്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, നോട്ട് ചെയ്ത് വെച്ചല്ലോ അല്ലെ നിങ്ങള്? നോട്ട് ചെയ്ത് വെച്ചില്ലേ? യെസ്. അപ്പൊ നമ്മളിപ്പോ എന്താ ഫസ്റ്റ് മുതൽ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് നമ്മുടെ എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട് എയിം ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. കെയിം ഇൻ ടു എഫക്ട് ഓൺ 19 April 1948 പറഞ്ഞു. ആരുടെ റെക്കമെൻഡേഷനിലായിരുന്നു? പ്രൊഫസർ BP അദാർക്കർ. ഓക്കെ, അയാളുടെ റെക്കമെൻഡേഷനിലാണ് നമ്മുടെ ഇത് വന്നത് പറഞ്ഞു. ഇനി ഇതിന്റെ സ്കോപ്പും ആപ്ലിക്കബിലിറ്റി എക്സ്റ്റെൻഡഡ് ടു ഓൾ ഓഫ് ഇന്ത്യ ഇൻക്ലൂഡിംഗ് ജമ്മു ആൻഡ് കാശ്മീർ. ജമ്മു ആൻഡ് കാശ്മീരിൽ ഇത് എന്താണ്? ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, ഇറ്റ്സ് എക്സ്റ്റെൻഡഡ് ടു ഓൾ ഓഫ് ഇന്ത്യ. നമ്മുടെ ഇന്നലെ പറഞ്ഞ നമ്മുടെ ഗ്രാറ്റുവിറ്റി എന്തായിരുന്നു? ഇറ്റ് എക്സ്റ്റെൻഡഡ് ടു എങ്ങനെയായിരുന്നു ഗ്രാറ്റുവിറ്റി? ഓർമ്മയുണ്ടോ? ഗ്രാറ്റുവിറ്റി എന്തായിരുന്നു പറഞ്ഞു അതിന്റെ സ്കോപ്പ്? എക്സെപ്റ്റ് ജമ്മു ആൻഡ് കാശ്മീർ ആയിരുന്നു. ഓക്കെ, പക്ഷെ നമ്മുടെ ബോണസ് ആക്ടും ഞാൻ എന്താ പറഞ്ഞ വോൾ ഓഫ് ഇന്ത്യ തന്നെ പറഞ്ഞേ. അതുമാതിരി സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ടും എന്താണ്? ഇറ്റ് ഈസ് എക്സ്റ്റെൻഡഡ് ടു വോൾ ഓഫ് ഇന്ത്യ ഇൻക്ലൂഡിംഗ് ജമ്മു ആൻഡ് കാശ്മീർ ആണ് കേട്ടോ. ഓക്കെ, ജമ്മു ആൻഡ് കാശ്മീരിലും ഇത് എന്താണ്? ആപ്ലിക്കബിൾ ആണ്. ഓക്കെ, സ്കോപ്പ് എന്ന് പറഞ്ഞ എഴുതിക്ക് എക്സ്റ്റെൻഡ് ടു വോൾ ഓഫ് ഇന്ത്യ ഇൻക്ലൂഡിംഗ് ജമ്മു ആൻഡ് കാശ്മീർ. ഓക്കെ, ഇനി ആപ്ലിക്കബിലിറ്റി എന്തൊക്കെയായിരിക്കും? ഇവിടെയൊക്കെ പറഞ്ഞു. ആപ്ലിക്കബിലിറ്റി എന്തെങ്കിലും പറയാൻ പറ്റുമോ? ആർക്കെങ്കിലും എവിടേക്കാണ് ഇത് ആപ്ലിക്കബിൾ ആവുക എന്നുള്ളത് പറയാൻ പറ്റുമോ? ആപ്ലിക്കബിലിറ്റി എനി ഐഡിയ? എവിടേക്കാണ് അത് ആപ്ലിക്കബിൾ ആവുക എന്നുള്ളത് ആലോചിച്ച് നോക്ക്. എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് സാധാരണ എങ്ങനത്തെ സ്ഥലത്തേക്കും ഈ ഇൻഷുറൻസ് ഒക്കെ വേണ്ടേ എന്നുള്ളതൊന്ന് ആലോചിച്ച് നോക്ക്. ഷോപ്പുകളിൽ വേണം. അതെ അതെ. പിന്നെ എവിടെയൊക്കെ വേണ്ടേ? മെയിൻ ആയിട്ട് വേണ്ടത് എങ്ങനത്തെ സ്ഥലങ്ങളിലാണ്? ഷഹല, നന്ദന, രാഹുൽ റിയാക്ട് ചെയ്യൂ. ട്രാൻസ്പോർട്ടേഷനിൽ വേണം. അതെ, ശരിയാണ്. റിസ്ക് കൂടുതലുള്ള ഭാഗം അതൊക്കെയാണ്. യെസ്. പിന്നെ ഏതൊക്കെയാ വരണേ? പിന്നെ ഏതൊക്കെയാന്ന് ആലോചിച്ച് പറഞ്ഞു. നിങ്ങൾ പറഞ്ഞത് കറക്റ്റ് പോയിന്റ്സ് ആണ് കേട്ടോ. നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. യെസ് നന്ദന, കറക്റ്റ്. ഫാക്ടറിയിൽ വേണം. യെസ്, ഫാക്ടറി ഇൻഡസ്ട്രിയൽ ഏരിയ മെയിൻ ആയിട്ട് അല്ലെ? രാഹുൽ പറഞ്ഞത് കറക്റ്റ് ആണ്. ട്രാൻസ്പോർട്ടേഷൻ. അതിന് മുന്നേ ആരാ പറഞ്ഞ? ഷോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളത് കറക്റ്റ് ആൻസർ ആണ്. ഷഹല കറക്റ്റ് ആണ് പറഞ്ഞത്. ഓക്കെ, ഇനി അത് സജഷൻസ്? വേറെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടോ? ഓക്കെ, അപ്പൊ ഞാൻ പറയാം. ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് ശരിക്കും ആപ്ലിക്കബിലിറ്റി. നമ്മൾ രണ്ടായിട്ട് ഇപ്പൊ നമ്മൾ ഇന്നലെ ബോണസ് 3 ആയിട്ട് ഡിവൈഡ് ചെയ്തു, പിന്നെ ഗ്രാറ്റുവിറ്റി 3 ആയിട്ട് ഡിവൈഡ് ചെയ്തു. പക്ഷെ നമ്മുടെ ഇത് എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് 2 ആയിട്ടേ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ശ്രദ്ധിച്ചോ. ഓൾ ഫാക്ടറീസ്, എല്ലാ ഫാക്ടറീസും യൂസിങ് പവർ എന്ന് വെച്ചാൽ കറണ്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, കറണ്ട് യൂസ് ചെയ്തിട്ട് ഫാക്ടറീസിലെ കാര്യങ്ങളൊക്കെ നടത്തുന്ന ഫാക്ടറി. ഓക്കെ, ആൻഡ് എംപ്ലോയിങ്, എവിടെ എത്ര പേര് എംപ്ലോയ് ചെയ്യണം? 20 or more persons on wage. ഓക്കെ, 20 or 20-ലധികം ആൾക്കാരോ വർക്ക് ചെയ്യുന്ന വിത്ത് പവർ. ഓക്കെ, പവർ യൂസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന എല്ലാ ഫാക്ടറികളിലും ഇതെന്താണ്? ആപ്ലിക്കബിൾ ആണ്. ഇൻക്ലൂഡിങ് ദ ഫാക്ടറി ബിലോങ്ങിങ് ടു ഗവൺമെന്റ് സെക്ടറിലുള്ള ഫാക്ടറീസ് ആണെങ്കിൽ ഏതിന്റെ കീഴിൽ വരും? ഈ ESIയുടെ കീഴിൽ വരും. മനസ്സിലായോ? ക്ലിയർ ആണോ? All factories using power and employing 20 or more person on wage, including factories belonging to government. Clear ആണോ? Okay. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, അപ്പൊ ഒരു സൈഡ് കഴിഞ്ഞു കേട്ടോ. നമ്മുടെ രണ്ടാമത്തെ സൈഡ് പറയുന്നത് സ്മോൾ പവർ യൂസിങ് ഫാക്ടറീസ് were 10 or 19 persons. ഓക്കെ, അതായത് ആദ്യം പറഞ്ഞു എന്ത്? 20-ലധികം എന്ത് ഫാക്ടറീസ് പവർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, വേറെ പറയുന്നത് സ്മോൾ പവർ യൂസിങ് ഫാക്ടറീസ് വേർ 10 to 19 persons are working. അത് ഫസ്റ്റത്തെ പോയിന്റ്. രണ്ടാമത്തെ സെക്ഷൻ, രണ്ടാമത്തെ ഭാഗത്തിൽ ഫസ്റ്റത്തെ പോയിന്റ് അത് 10-19 ഉള്ളിലോ എന്ത് പവർ യൂസ് ചെയ്തിട്ട്
എന്ത് വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനുള്ള ഫാക്ടറീസിൽ ആപ്ലിക്കബിൾ ആണ്. ഓക്കെ, ഈ രണ്ടാമത്തെ സെക്ഷനിലെ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നോൺ പവർ യൂസിങ് ഫാക്ടറീസ് വേർ 20 or more persons are working. അതായത് പവർ യൂസ് ചെയ്യാത്ത ഫാക്ടറീസ്, അവിടെ എങ്ങനെ വേണം? 20 or 20-ലധികം ആൾക്കാരോ വേണം. പവർ യൂസ് ചെയ്യാത്തടത്ത്, മനസ്സിലായോ? നോൺ പവർ യൂസിങ് ഫാക്ടറീസ് വേർ 20 or more persons are working. ക്ലിയർ ആണോ? അല്ലെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഓക്കെ, അതാണ് രണ്ടാമത്തെ സൈഡിലെ രണ്ടാമത്തെ പോയിന്റ് കേട്ടോ. മൂന്നാമത്തെ പോയിന്റ് നിങ്ങൾ പറഞ്ഞത് തന്നെ ഷോപ്സ് എന്ന് പറയുന്നതാണ് അടുത്തത്. നാലാമത്തെ ഹോട്ടൽസ് ആൻഡ് റെസ്റ്റോറൻറ്റ്. പിന്നെ സിനിമാസ് ഇൻക്ലൂഡിംഗ് പ്രിവ്യൂ തിയേറ്റേഴ്സ്. പിന്നെ പറയുന്നത് ന്യൂസ് പേപ്പർ എസ്റ്റാബ്ലിഷ്മെന്റ്. പിന്നെ നമ്മുടെ രാഹുൽ പറഞ്ഞ മാതിരി റോഡ് മോട്ടോർ ട്രാൻസ്പോർട്ട് അണ്ടർടേക്കിങ്സ് എംപ്ലോയിങ് 20 or more persons. അവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്, എന്ത്? 20 or 20-ലധികം ആൾക്കാരോ എംപ്ലോയ് ചെയ്യുന്ന ഒരു മോട്ടോർ ട്രാൻസ്പോർട്ട് അണ്ടർടേക്കിങ്സ് ആണെങ്കിൽ നമ്മുടെ എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട് എന്താണ്? ആപ്ലിക്കബിൾ ആണ്. മനസ്സിലായോ? സെക്കൻഡ് സെക്ഷനിലെ ഫസ്റ്റ് പോയിന്റ് പറഞ്ഞത് എന്താണ്? സ്മോൾ പവർ യൂസിങ് ഫാക്ടറീസ് വേർ 10 to 19 വർക്കേഴ്സ് ആർ വർക്കിംഗ്. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് നോൺ പവർ യൂസിങ് ഫാക്ടറീസ് വേർ 20 or more persons ആർ വർക്കിംഗ്. പിന്നെ പറയുന്നത് ഷോപ്സ്, ഹോട്ടൽസ് ആൻഡ് റെസ്റ്റോറൻറ്റ്സ്, തിയേറ്റേഴ്സ്, ന്യൂസ് പേപ്പർ എസ്റ്റാബ്ലിഷ്മെന്റ്, റോഡ് മോട്ടോർ ട്രാൻസ്പോർട്ട് അണ്ടർടേക്കിങ്സ് എംപ്ലോയിങ് 20 or more persons. ഇതാണ് നമ്മുടെ ആപ്ലിക്കബിലിറ്റി. മനസ്സിലാവുണ്ടോ? ക്ലിയർ ആണോന്ന് പറയൂട്ടോ. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആണോന്നൊന്ന് പറയും. ഫാത്തിമ വന്നില്ലേ ഇന്ന്? ഫാത്തിമ തന്നെയല്ലേ പേര്? കണ്ടില്ലല്ലോ, ചാറ്റിലൊന്നും കണ്ടില്ലല്ലോ. നന്ദന, അമൽ, ഓക്കെ, ക്ലിയർ ആണ്. ബാക്കിയുള്ളവരൊക്കെ അവിടെ പോയി? ഓരോരുത്തരായിട്ട് വിളിക്കണോ നീ? ജോ, കൃഷ്ണവേണിയൊക്കെ എന്തെന്ന് സൈലന്റ് ആണല്ലോ. ആസ്ഫി, കളിയുടെ കാര്യങ്ങളൊക്കെ എന്തായി? ആവണിയൊക്കെ ഒന്ന് സൈലന്റ് ആണല്ലോ, എന്ത് പറ്റി? ഓക്കെ, ആവണിയും കൃഷ്ണവേണിയൊക്കെ എന്ത് പറ്റിന്ന്? ഭയങ്കര സൈലന്റ് ആണല്ലോ. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ അവണിക്ക്? ഓക്കെ, ഇപ്പൊ എന്താ മിണ്ടാണ്ടിരിക്കണേ? സൈഡിലെ ഹൈഡ് ആയിട്ടിരിക്ക? തലവേദന, ഒയ്യടാ. ഓക്കെ, യെസ്. അപ്പൊ ആപ്ലിക്കബിലിറ്റി ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. രണ്ട് സൈഡായിട്ട് നമ്മൾ ആപ്ലിക്കബിലിറ്റി ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു സൈഡിൽ എന്ന് പറയുന്നത് എന്താ? ഓൾ ഫാക്ടറീസ് യൂസിങ് പവർ ആൻഡ് എംപ്ലോയിങ് 20 or more persons. ഓക്കെ, ഇൻക്ലൂഡിംഗ് ഫാക്ടറീസ് ബിലോങ്ങിങ് ടു ഗവൺമെന്റ് സെക്ടർ. ഓക്കെ, മറ്റേ സൈഡിൽ എന്താണ്? ഫസ്റ്റ് പറയുന്നത് മറ്റേ സൈഡിലെ സ്മോൾ പവർ യൂസിങ് ഫാക്ടറീസ് വേർ 10 to 19 persons ആർ വർക്കിംഗ്. പിന്നെ പറയുന്നത് എന്താ? രണ്ടാമത് പറയുന്നത് നോൺ പവർ യൂസിങ് ഫാക്ടറീസ് വേർ 20 or more persons ആർ വർക്കിംഗ്. പിന്നെ ഷോപ്സ്, ഹോട്ടൽസ് ആൻഡ് റെസ്റ്റോറൻറ്റ്, സിനിമാസ് ഇൻക്ലൂഡിംഗ് പ്രിവ്യൂ തിയേറ്റേഴ്സ്, ന്യൂസ് പേപ്പർ എസ്റ്റാബ്ലിഷ്മെന്റ്, റോഡ് മോട്ടോർ ട്രാൻസ്പോർട്ട് അണ്ടർടേക്കിങ്സ് എംപ്ലോയി വേർ 20 or more persons ആർ വർക്കിംഗ്. ഇവിടെ വരെ ക്ലിയർ ആണോ? യെസ്. ഓക്കെ, അപ്പൊ നമ്മൾ അത് പറഞ്ഞു. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് പറഞ്ഞു? ആപ്ലിക്കബിലിറ്റി ആണ് നമ്മൾ പറഞ്ഞത്. ഇനി ഞാൻ പറയാണ് നോൺ ആപ്ലിക്കബിലിറ്റി. എവിടേക്കാണ് ഈ ESI ആപ്ലിക്കബിൾ അല്ലാത്തത്? ഓക്കെ, നോൺ ആപ്ലിക്കബിലിറ്റി. ഫസ്റ്റ് പോയിന്റ്, മൈൻ, റെയിൽവേ റണ്ണിംഗ് ഷെഡ്സ് ആൻഡ് സീസണൽ ഫാക്ടറീസ്.
സീസണൽ ഫാക്ടറി, അതായത് ഓരോ സീസണിൽ മാത്രം ഉണ്ടാവുന്ന ഫാക്ടറീസിൽ, ഓക്കെ, ഇപ്പോൾ റെയിനി സീസൺ ഉണ്ടെങ്കിൽ അംബ്രേലയുടെ ഒരു ഫാക്ടറി അങ്ങനെ തുടങ്ങി, ഓക്കെ, അങ്ങനെ സീസണൽ ആയിട്ട് വരുന്ന ഫാക്ടറീസിൽ റെയിൽവേ റണ്ണിങ് ഷെഡ്സ് അതുമാതിരി ഇങ്ങനെ ചെറിയ ഇങ്ങനെ തട്ടുമാതിരി ഒക്കെ ഉണ്ടാക്കില്ലേ, പിന്നെ അതുമാതിരി മൈൻ, അതിലൊന്നും എന്തല്ല ഈ ESI എന്തല്ല ആപ്ലിക്കബിൾ അല്ല. ഓക്കെ, നോൺ ആപ്ലിക്കബിലിറ്റി ക്ലിയർ ആണോ? മൈൻ, റെയിൽവേ റണ്ണിങ് ഷെഡ്സ് ആൻഡ് സീസണൽ ഫാക്ടറീസ് നോൺ ആപ്ലിക്കബിലിറ്റി കേട്ടോ. ഓക്കെ, കൂടെ എത്താൻ പറ്റണ്ടോ? ഒപ്പം എത്താൻ പറ്റണ്ടോ? യെസ്. അപ്പോ ഫസ്റ്റ് മുതൽ ഒന്ന് റിവൈൻഡ് ചെയ്തേ, എന്തൊക്കെയാ പറഞ്ഞെന്നുള്ളത് ഒന്ന് റിവൈൻഡ് ചെയ്തേ നിങ്ങൾ. ഒന്ന് വേഗം ഒന്ന് റിവൈൻഡ് ചെയ്തേ. പറഞ്ഞോ ഏത് ആക്ടിനെ കുറിച്ചിട്ട് നമ്മൾ പറയുന്നേ? വേഗാവട്ടെ. പോയാ ചോദിച്ചപ്പോ എല്ലാവരും മുങ്ങിയ ഒറ്റടിക്ക്. എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട് ഏതായിരുന്നു ഇയർ? ഷഹല, ഏതായിരുന്നു ഇയർ? 1948. ഓക്കെ, പിന്നെ എന്തൊക്കെയാ പറഞ്ഞേ നമ്മള്? വേഗം. പിന്നെ എന്തൊക്കെയാ പറഞ്ഞേ? എഫക്റ്റീവ് ഡേറ്റ് എന്നാ? എഫക്റ്റീവ് ഡേറ്റ് എന്നാ പറയ് 19 ഏപ്രിൽ. ഓക്കെ, പിന്നെ എന്തൊക്കെയാ പറഞ്ഞേ? പർപ്പസ്, എയിം എന്തായിരുന്നു ശരിക്കും? എന്തിനാണ് ESI ആക്ട് വന്നേ? എന്തിനൊക്കെയാ വന്നേ? പറട്ടെ. ക്യാഷ് ബെനിഫിറ്റ്സ്. എന്തിനൊക്കെയാണ് ക്യാഷ് ബെനിഫിറ്റ്സ് കൊടുക്കുന്നത് നമ്മള്? എന്തൊക്കെ ഇഷ്യൂസ് വരുമ്പോഴാണ് പറഞ്ഞേ? എന്തിനാ? സിക്നെസ്. അതെ, പിന്നെ എന്തൊക്കെയായിരുന്നു? ഫിറ്റ്നസ് അല്ല, സിക്നെസ്. തെറ്റരുത് കേട്ടോ. മെറ്റേണിറ്റി, യെസ്. ഇഞ്ചുറി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ. പിന്നെ നമ്മൾ ആപ്ലിക്കബിലിറ്റി പറഞ്ഞു അല്ലെ? ആപ്ലിക്കബിലിറ്റി നോൺ ആപ്ലിക്കബിലിറ്റിയും പറഞ്ഞു. ആപ്ലിക്കബിലിറ്റി ഫസ്റ്റ് പോയിന്റ് എന്തൊക്കെയായിരുന്നു? എന്തായിരുന്നു? വേഗം. ആപ്ലിക്കബിലിറ്റി വോൾ ഓഫ് ഓക്കെ, സ്കോപ്പ് പറഞ്ഞു വോൾ ഓഫ് ഇന്ത്യ ഇൻക്ലൂഡിംഗ് ജമ്മു ആൻഡ് കാശ്മീർ, അത് പറഞ്ഞു. ഓക്കെ, രാഹുൽ പറഞ്ഞു കറക്റ്റ് ആണ്. പിന്നെ എന്താ പറഞ്ഞ? ആപ്ലിക്കബിലിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് എവിടേക്കാണ് ആപ്ലിക്കബിൾ കേട്ടോ. സ്കോപ്പ് എന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് പറയാൻ പാടുള്ളൂ? എക്സ്റ്റെൻഡ് ടു വോൾ ഓഫ് ഇന്ത്യ ഇൻക്ലൂഡിംഗ് ജമ്മു ആൻഡ് കാശ്മീർ. ഓക്കെ, ഓൾ ഫാക്ടറി യൂസിങ് പവർ. ഓക്കെ, എത്ര നമ്പേഴ്സ്, എത്ര എംപ്ലോയീസിന്റെ നമ്പർ പറയുന്നത് അവിടെ? യൂസിങ് പവർ 20. ഓക്കെ, ആരും കൂടെ ഇൻക്ലൂഡ് ആവും? ഗവൺമെന്റ് ഫാക്ടറീസും കൂടെ ഇൻക്ലൂഡ് ആവും അല്ലേ? പിന്നെ മറ്റേ സൈഡിൽ എന്തൊക്കെയാ പറഞ്ഞ? ഫസ്റ്റ് പോയിന്റ് സ്മോൾ പവർ യൂസിങ് ഫാക്ടറി. യെസ്, അവിടെ എത്ര നമ്പേഴ്സ് പറഞ്ഞേ? വേഗാവട്ടെ. 10 to 19, അത് ഫസ്റ്റത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് എന്താ നമ്മൾ പറഞ്ഞേ? പവർ യൂസ് ചെയ്യാത്ത ഫാക്ടറീസ് ആണെങ്കിൽ എത്രയാ പറഞ്ഞേ? പവർ യൂസ് ചെയ്യാത്ത ഫാക്ടറീസ് ആണെങ്കിൽ 20 or more. ഓക്കെ, പിന്നെ എന്തൊക്കെയാ പറഞ്ഞേ? നിങ്ങൾ പറഞ്ഞ പോയിന്റ്സ്, ചെറിയ പോയിന്റ്സ് നിങ്ങൾ പറഞ്ഞിരുന്നത് എന്തൊക്കെയായിരുന്നു? ഷോപ്സ്. യെസ്, രാഹുൽ പറഞ്ഞ പോയിന്റ് എന്തായിരുന്നു? റോഡ് അല്ലെ, ട്രാൻസ്പോർട്ടേഷൻ. പിന്നെ എന്താ? ഹോട്ടൽസ്. പിന്നെ എന്തൊക്കെയായിരുന്നു? അതെ, ട്രാൻസ്പോർട്ടേഷൻ, ന്യൂസ് പേപ്പർ. ഓക്കെ, ഇതാണ് നമ്മുടെ ആപ്ലിക്കബിലിറ്റി. അടിപൊളിയായിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട് നല്ല പിള്ളേര്. ഓക്കെ, സൗണ്ട്സ് ഗുഡ്. ഓക്കെ, ദെൻ നോൺ ആപ്ലിക്കബിലിറ്റി എന്താണ് നമ്മൾ പറഞ്ഞേ? മൈൻ. പിന്നെ എന്തൊക്കെയാ പറഞ്ഞേ? റെയിൽവേ റണ്ണിങ് ഷെഡ്. ഓക്കെ, അങ്ങനെ പറയാം. പിന്നെ ഒരു പോയിന്റ് കൂടെ പറയാം, സീസണൽ ഫാക്ടറി കേട്ടോ. അത് നിങ്ങൾ സ്ട്രെസ് ചെയ്ത് പഠിക്കണം. സീസണൽ ഫാക്ടറി എന്താണ്? എക്സ്ക്ലൂഡഡ് ആണ്. ഓക്കെ, നോൺ ആപ്ലിക്കബിൾ ആണ് സീസണൽ ഫാക്ടറി. ചോദിക്കാറുണ്ട് ക്വസ്റ്റ്യൻസ് കേട്ടോ. സീസണൽ ഫാക്ടറീസ് നമ്മുടെ ഇൻഷുറൻസ് ESIയുടെ കീഴിൽ വരുമോ ഇല്ലയോ എന്നുള്ളത് ചോദിക്കാറുണ്ട്. അപ്പൊ സീസണൽ ഫാക്ടറി നോൺ ആപ്ലിക്കബിൾ ആണ്. നമ്മൾ ഒരിക്കലും എന്തിന്റെ കീഴിൽ വരില്ല? എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസിന്റെ കീഴിൽ ആര് വരില്ല? നമ്മുടെ ആര് വരില്ല? സീസണൽ ഫാക്ടറി വരില്ല. ഓക്കെ, ഇനി
നെക്സ്റ്റ് വൺ നമ്മുടെ ഒരു കാര്യം പറയാൻ പറഞ്ഞു. ഇനി നമ്മള് എന്തൊക്കെ പറഞ്ഞു, നമ്മുടെ എഫക്റ്റീവ് ഡേറ്റ് പറഞ്ഞു, എന്തിനാണ് ESI വന്നെന്നുള്ളത് പറഞ്ഞു, ആപ്ലിക്കബിലിറ്റി പറഞ്ഞു, സ്കോപ്പ് പറഞ്ഞു, നോൺ ആപ്ലിക്കബിലിറ്റി പറഞ്ഞു. ഇനി ഒബ്ജക്റ്റീവ്സ് ഓർ പേർപ്പസസ്, എന്തിനാണ് അല്ലെങ്കിൽ മെയിൻ, നമ്മള് മറ്റേ ഗ്രാറ്റുവിറ്റിയിൽ പറഞ്ഞില്ലേ എന്തൊക്കെയാണ് ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ പേർപ്പസ് എന്നുള്ളത്. ഇതിൽ എന്താണ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയാം? ആസ് നോർമൽ, ഓക്കെ, ക്വൈറ്റ് നോർമൽ ആയിട്ടുള്ള ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് എന്താ? ടു പ്രൊവൈഡ് എ മെക്കാനിസം ഫോർ എൻഫോഴ്സ്മെന്റ് ഓഫ് ദിസ് ആക്ട്. ഈ ആക്ട് നടപ്പിലാക്കാൻ ഒരു മെക്കാനിസം, നമ്മൾ ഗ്രാറ്റുവിറ്റിയിൽ പറഞ്ഞ മാതിരിയാണ് ഒരു സ്കീം അല്ലെ, ഈ ഒരു ആക്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പറയുന്നത് ഒരു മെക്കാനിസം മാതിരി. ഓക്കെ, ടു പ്രൊവൈഡ് എ മെക്കാനിസം ഫോർ എൻഫോഴ്സ്മെന്റ് ഓഫ് ദിസ് ആക്ട്. ചെറിയൊരു കാര്യം, ആ ആക്ട് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ആക്ട്. ഓക്കെ, ആ സ്കീം നടപ്പിലാക്കാൻ, ഓക്കെ, അല്ലെങ്കിൽ ആ മെക്കാനിസം പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ആക്ട്. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് അത്, ടു പ്രൊവൈഡ് എ മെക്കാനിസം for enforcement of this act. To provide a mechanism for enforcement of the act. Okay. Yes. Second point പറയുന്നത് to bring social and economic justice. എക്കണോമിക്കും സോഷ്യലായിട്ടും ജസ്റ്റിസ് ഉണ്ടാക്കണം. അതായത് ഒന്നുമില്ല, നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ, ഓക്കെ, നമ്മൾ ഓൺ ഗോയിങ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോഴാണ് നമുക്കൊരു അസുഖം വരുന്നെങ്കിൽ, ഓക്കെ, നമുക്ക് എന്താണ് ഒരു എക്കണോമിക് ആയിട്ടും നമുക്ക് എന്താ പറയാ, അതുമാതിരി സോഷ്യലായിട്ടും നമുക്കൊരു ജസ്റ്റിസ് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഹെൽപ്പ്, ഓക്കെ, അത് നമ്മൾ ആര് പ്രൊവൈഡ് ചെയ്യണം, നമ്മുടെ കമ്പനി പ്രൊവൈഡ് ചെയ്യണം എന്നുള്ള ഒരു ജസ്റ്റിസ്. ഓക്കെ, ടു പ്രൊവൈഡ് എ സോഷ്യൽ ആൻഡ് ഇക്കണോമിക് ജസ്റ്റിസ്. നെക്സ്റ്റ് പോയിന്റ്, ടു ബ്രിങ് എ സോഷ്യൽ ആൻഡ് ഇക്കണോമിക് ജസ്റ്റിസ്. Third point, to bring maximum labor welfare. To bring maximum labor welfare. To bring maximum labor welfare. നമ്മുടെ ഫാക്ടറീസിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയുടെ ഉള്ളിൽ തന്നെ മാക്സിമം നമ്മുടെ ലേബറിന്റെ വെൽഫെയറിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ ഒരു ആക്ട് ഉണ്ടാക്കിയെടുക്കുന്നു. പിന്നെ നമ്മുടെ ഗ്രാറ്റുവിറ്റിയിൽ പറഞ്ഞ പോലെ തന്നെ ടു പ്രൊവൈഡ് എ സോഷ്യൽ സെക്യൂരിറ്റി സ്കീം. ടു പ്രൊവൈഡ് എ സോഷ്യൽ സെക്യൂരിറ്റി സ്കീം. 4 പോയിന്റ്സും നോട്ട് ചെയ്തോ? കഴിഞ്ഞ പറയട്ടോ. കഴിഞ്ഞോ? ഓക്കെ ആണല്ലോ എല്ലാവരും? ഓക്കെ. ഇനി നമ്മുടെ ആസ് യൂഷ്വൽ എന്താണ് എംപ്ലോയി, എന്താണ് വേജസ്. ഓക്കെ, അത് വരുന്നു. എംപ്ലോയി എന്ന് പറയുന്നത് ഇതിലെ 2 സബ്സെക്ഷൻ 9 പറയുന്നത്, 2 സബ്സെക്ഷൻ 9. ഓക്കെ, അതിലാണ് നമ്മുടെ എന്ത് പറയുന്നത്, ESIയിൽ നമ്മുടെ ആര് പറയുന്നത്, ഇതേ കണ്ടോ, സെക്ഷൻ 2 സബ്സെക്ഷൻ 9. ഓക്കെ, നോട്ട് ചെയ്തോളൂ കേട്ടോ. 2 സബ്സെക്ഷൻ 9 ഓഫ് എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട് 1948. അതിൽ എംപ്ലോയി എന്ന് പറയുന്നത് ഒന്നുമില്ല, എനി പേഴ്സൺ എംപ്ലോയ്ഡ് ഓൺ വേജ്. ഓക്കെ, ആരൊക്കെയാണ് എനി പേഴ്സൺ എംപ്ലോയ്ഡ് ഓൺ വേജ്? ഓക്കെ, ഇൻക്ലൂഡ്സ് ആരൊക്കെ? മാനുവൽ ആയിട്ടോ, ക്ലറിക്കൽ ആയിട്ടോ, ടെക്നിക്കൽ ആയിട്ടോ, സൂപ്പർവൈസറി ആയിട്ടോ, വാട്ട് എവർ ദ എന്ത് പോസ്റ്റ്, നമ്മൾ പറയില്ല ക്ലറിക്കൽ ആയിട്ടുള്ള ആളാണെങ്കിലും, മാനുവൽ ആയിട്ട് ചെയ്യുന്നവർ, ടെക്നിക്കൽ ആയിട്ടാണ്, സൂപ്പർവൈസറി ആയിട്ടുള്ള ഫംഗ്ഷൻ ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും ആരിൽ പെടും? ഈ എംപ്ലോയി എന്നുള്ളതിൽ പെടും. ഓക്കെ, ആൻഡ് ഹൂസ് റെമ്യൂണറേഷൻ ഡസ് നോട്ട് എക്സീഡ് ₹21,000 എ മന്ത്. ഓക്കെ, എത്ര രൂപയിൽ കുറയാൻ പാടില്ല, കൂടാൻ പാടില്ല? 21,000 രൂപേനേക്കാൾ എന്ത് കൂടാൻ പാടില്ല? സാലറി കൂടാൻ പാടില്ല. ആൻഡ് ഇൻക്ലൂഡ്സ് ആരൊക്കെ? കാഷ്വൽ ആൻഡ് ടെമ്പററി എംപ്ലോയീസ്. ടെക്നിക്കലും നോൺ ടെക്നിക്കലും നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, പക്ഷെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് എന്ന് പറയുന്നത് കാഷ്വൽ ആൻഡ് ടെമ്പററി എംപ്ലോയീസ് ആരെ കീഴിൽ വരും? നമ്മുടെ എംപ്ലോയീസിന്റെ കീഴിൽ വരും. ഓക്കെ, പിന്നെ പറയേണ്ടത് ഡയറക്ട്ലി എംപ്ലോയിഡ്. ഓക്കെ, ഇവിടെ ഒരു സംഭവം ഉണ്ട്, പീസ് റേറ്റ് എംപ്ലോയീസ്, ഡയറക്ട്ലി എംപ്ലോയിഡ് എംപ്ലോയീസ് ബൈ ദ പ്രിൻസിപ്പൽ എംപ്ലോയർ ആൻഡ് ദോസ് എംപ്ലോയിഡ് ബൈ or through a contractor on the premise of the factory and those employed outside the factory premise under the supervision of the principal employer. അതായത് ഈ കോൺട്രാക്ട് ഒക്കെ നടക്കുമ്പോൾ നമ്മുടെ വർക്കേഴ്സ് എന്ന് പറയുന്നത് സൈറ്റിലായിരിക്കും. ഓക്കെ, നമ്മൾ ഒരിക്കലും പറയാൻ പറ്റില്ല ഇവിടെ ഈ പ്രിമൈസിലുള്ള ആൾക്കാർ മാത്രമാണ് നമ്മുടെ ഫാക്ടറിയിൽ ഫാക്ടറിയിൽ എംപ്ലോയി ആവണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല.
ഫോർ എക്സാമ്പിൾ ഈ എഞ്ചിനീയേഴ്സിന്റെ കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയാം, ഈ സൈറ്റിലായിരിക്കും അവരെ കൂടുതലും വർക്ക്. അപ്പൊ അവര് പ്രിമൈസിലല്ല, ഓക്കെ, നമ്മുടെ ഫാക്ടറിയിലല്ല അവർ വർക്ക് ചെയ്യുന്നത്, പക്ഷെ അവർ എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? ഔട്ട്സൈഡ് ദി ഫാക്ടറിയിലാണ് വർക്ക് ചെയ്യുന്നത്. ആൻഡ് സോ നമുക്ക് എന്ത് പറയാൻ പറ്റില്ല? അവർ നമ്മുടെ എംപ്ലോയി ആണല്ല എന്ന് പറയാൻ പറ്റില്ല. മനസ്സിലായോ? അപ്പൊ നമ്മൾ കോൺട്രാക്ടർ ഡയറക്ട്ലി എടുത്തിട്ടുള്ള എംപ്ലോയീസ് ആണെങ്കിൽ, ഈവൺ ഇഫ് ദേ വർക്ക് ഔട്ട്സൈഡ് ദി പ്രിമൈസ്, ദേ കെയിം അണ്ടർ ദി ഡെഫിനിഷൻ എംപ്ലോയി. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണോ? പറയുന്നത് എന്താന്ന് മനസ്സിലാവുന്നുണ്ടോ? യെസ്. ഓക്കെ, ബട്ട് ദ സാലറി ഡസ് നോട്ട് എക്സീഡ് ₹21,000. 21,000 രൂപയേക്കാൾ കൂടുതൽ എന്താവാൻ പാടില്ല? സാലറി അവരുടെ കൂടാൻ പാടില്ല. ഇഫ് ദേ എക്സീഡ് ദ ലിമിറ്റ്, അവർ എന്തിന്റെ കീഴിൽ വരില്ല? എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ടിന്റെ കീഴിൽ, എംപ്ലോയി എന്ന ഡെഫിനേഷനിൽ കീഴിൽ വരില്ല. ഓക്കെ, ദെൻ ഇവിടെ പറയാൻ ഒരു കാര്യമുണ്ട്, വേറൊരു കാര്യമാണ്, ബട്ട് ഡസ് നോട്ട് ഇൻക്ലൂഡ് എനി മെമ്പർ ഓഫ് ഇന്ത്യൻ നേവൽ, മിലിറ്ററി ആൻഡ് എയർഫോഴ്സ്. അതായത് നേവിയിലുള്ള ആൾക്കാരോ മിലിറ്ററിയിലുള്ള ആൾക്കാരോ എയർഫോഴ്സിലുള്ള ആൾക്കാരോ ഏത് അണ്ടറിൽ വരില്ല? ഏത് ആക്ടിന്റെ അണ്ടറിൽ വരില്ല? ഈ ESIയുടെ വരില്ല. ബിക്കോസ് അവർക്ക് സെപ്പറേറ്റ് ആക്ട് ആണുള്ളത്. മനസ്സിലായോ? ആരെ ഇൻക്ലൂഡ് ചെയ്യില്ല? ദ എംപ്ലോയി ഡസ് നോട്ട് ഇൻക്ലൂഡ് എനി മെമ്പർ ഓഫ് ഇന്ത്യൻ നേവൽ, മിലിറ്ററി ഓർ എയർഫോഴ്സ്. ക്ലിയർ ആണോ? എന്താണ് എംപ്ലോയി എന്നുള്ളതിന്റെ ഡെഫിനിഷൻ ക്ലിയർ ആണോ? എല്ലാവർക്കും ക്ലിയർ ആണോ? യെസ്, നോട്ട് ചെയ്തോളൂ കേട്ടോ. അത് എംപ്ലോയി എന്ന് പറയുന്നത് സെക്ഷൻ 2 സബ്സെക്ഷൻ 9 ഓഫ് ESI, എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട് 1948, ഇൻക്ലൂഡ്സ് എനി പേഴ്സൺ എംപ്ലോയിഡ് ഓൺ വേജ്, ഇൻക്ലൂഡിംഗ് the clerical, manual, technical or supervisory functions, and whose remuneration does not exceed 21,000 per month, and includes casual and temporary employees, technical and non-technical employees, time-rated employees and piece-rated employees, direct employed employees who's hired by the principal employer, and those employed by or through a contractor on the premise of the factory, and those employed outside the factory premise under the supervision of the principal employer, and does not include member of the Indian Naval, Military and Air Force. ഇതാണ് എംപ്ലോയി എന്ന് പറയുന്നത് സെക്ഷൻ 2 സബ്സെക്ഷൻ 9 പറയണം. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കണം. അടുത്ത ടോപ്പിക്ക് മൂവ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഈ എംപ്ലോയി എന്നുള്ള ഡെഫിനിഷനിൽ? 21,000 ലിമിറ്റ് മറക്കരുത് കേട്ടോ. സാലറി റെമ്യൂണറേഷൻ എപ്പോഴും 21,000 ആയിരിക്കണം. ഡസ് നോട്ട് എക്സീഡ് ₹21,000. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കണം. ഡൗട്ട്സ് ഒന്നും ഇല്ല എന്ന് വിചാരിക്കണം. യെസ്, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഡെഫിനിഷൻ ഇസ് അബൌട്ട് വേജസ്. എന്താണ് വേജസ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്? ഓക്കെ, ഓൾ റെമ്യൂണറേഷൻ പെയ്ഡ് ഇൻ ക്യാഷ്. എന്താണ് ക്യാഷിൽ പേ ചെയ്യുന്ന ഏത് റെമ്യൂണറേഷൻ ആയിക്കോട്ടെ is what we called as is included in the definition of wages and includes any payment in any period of authorized leave. നമ്മൾ ഗ്രാറ്റുവിറ്റിയിൽ പറഞ്ഞ മാതിരി തന്നെ ഓൺ ഡ്യൂട്ടി, ഓൺ വർക്കിംഗിലായിക്കോട്ടെ ഓർ ഇൻ ലീവ്, ഓക്കെ, അതെന്താവും നമ്മുടെ വേജസിൽ ഇൻക്ലൂഡ് ചെയ്യും. ബട്ട് ഡസ് നോട്ട് ഇൻക്ലൂഡ്, എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യില്ല? കോൺട്രിബ്യൂഷൻ പെയ്ഡ് ടു പ്രൊവിഡന്റ് ഫണ്ട് ഓർ പെൻഷൻ ഫണ്ട്, ട്രാവലിംഗ് അലവൻസ്, പിന്നെ ഈ ചെറിയ ചെറിയ ഡീഫ്രേ എക്സ്പെൻസ് എന്നൊക്കെ പറയും, പിന്നെ ഗ്രാറ്റുവിറ്റി പേയബിൾ, ഇതൊന്നും നമ്മൾ എന്തെങ്കിലും ഇൻക്ലൂഡ് ചെയ്യില്ല. വേജസ് എന്ന് പറയുന്ന ഡെഫിനിഷനിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യില്ല. ഓക്കെ, അതായത് ഡീഫ്രേ എക്സ്പെൻസ് വെച്ചാൽ എന്തെങ്കിലും കോസ്റ്റ്, എന്തെങ്കിലും എക്സ്പെൻസ് ഒക്കെ നമ്മളിങ്ങനെ മീറ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കില്ലേ? ഇപ്പൊ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് എന്തെങ്കിലും എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കില്ലേ? ഇപ്പൊ ചെറിയ ചെറിയ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ ഡീഫ്രേ എന്ന് പറയാൻ കേട്ടോ. അപ്പൊ ആ പേയ്മെന്റ് ഒന്നും എന്തെങ്കിലും ഇൻക്ലൂഡ് ചെയ്യില്ല, നമ്മുടെ വേജസിൽ ഇൻക്ലൂഡ് ചെയ്യില്ല. മനസ്സിലായോ? ഓൾ റെമ്യൂണറേഷൻ പെയ്ഡ് ഇൻ ക്യാഷ് ഈവൻ ഇൻ ദ വർക്ക് ആൻഡ് ഇൻ ദ ലീവ് ടൈമിലോ അല്ലെങ്കിൽ വർക്ക് ചെയ്യുമ്പോഴോ കിട്ടുന്ന എന്ത് പേയ്മെന്റ്, ബട്ട് ഇറ്റ് ഡസ് നോട്ട് ഇൻക്ലൂഡ് ഇൻ ദ കോൺട്രിബ്യൂഷൻ ടു പ്രൊവിഡന്റ് ഫണ്ട്, പെൻഷൻ ഫണ്ട്, ട്രാവലിംഗ് അലവൻസ്, ഡീഫ്രേ എക്സ്പെൻസ് ആൻഡ് ഗ്രാറ്റുവിറ്റി പേയബിൾ. ഓക്കെ, ക്ലിയർ ആണോ? ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. അനശ്വര, ക്ലിയർ ആണോ?
ആമണി കൃഷ്ണവേണിക്ക് എവിടെ പോയി? തലവേന മാറിയാവോ? കൃഷ്ണവേണിക്ക് എവിടെ പോയി? ഫാത്തിമ ഒന്നും മിണ്ടണില്ലല്ലോ. ജോ മിണ്ടണില്ല, ഒന്നും മിണ്ടണില്ല. ഓക്കെ. ഞാനേ ശരിക്കും ക്ലാസ് എടുക്കുക ഈ ഒരു ഫോമിലല്ല കേട്ടോ ക്ലാസ് എടുക്കുക. കൃഷ്ണവേണിയുടെ അടുത്ത് ആവണിയുടെ അടുത്തൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാം ഞാൻ കൂടുതൽ സംസാരിക്കുക ചെയ്യാറ്, എന്നിട്ട് എടുക്കുകയാണ് ചെയ്യാറ്. പക്ഷെ നിങ്ങളുടെ ടൈം ലിമിറ്റ് വെച്ച് ഒരു ലിമിറ്റേഷൻ ഉള്ളതുകൊണ്ടാണ് ഞാൻ ക്ലാസ് മാത്രം എടുത്തു പോകണം കേട്ടോ. ഞാന് ലൈക്ക് ഇത് ശരിക്കും ഇങ്ങനെയല്ല ക്ലാസ് എടുക്കാറ്, അല്ലേ കൃഷ്ണവേണി? ഇപ്പൊ കുറച്ച് എന്താ പറയാ, നിങ്ങളുടെ ക്ലാസ് വേഗം തീർക്കണം എന്നുള്ള ഒരു ഒബ്ജക്റ്റീവാണ് മെയിൻ മുന്നില്. ഓക്കെ, അതുകൊണ്ടാണ് ഇങ്ങനെ. അല്ലാണ്ട് ഇങ്ങനെ മിസ് വേറൊരു കാര്യം പറയണില്ല, ഇടയില് ഒന്നും പറയണില്ല, 5 മിനിറ്റ് ബ്രേക്ക് പോലും തരില്ല, അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഇറ്റ്സ് ടോട്ടലി എന്താണ് ഡിഫറെന്റ്. ശരിക്കും ഒരു ഭയങ്കര ഡിഫറെന്റ് ആണ്. പക്ഷെ ഇപ്പൊ നിങ്ങളുടെ 25th ആണ് കാറ്റിന്റെ എക്സാം എന്നുള്ളത് അറിഞ്ഞത് കൊണ്ട് മാത്രം എന്ത് ചെയ്യുന്നു, എക്സാം പോയിന്റ് ഓഫ് വ്യൂലാണ് ക്ലാസ് എടുക്കുന്നത്. ഓക്കെ. ആ അപ്പൊ ലേറ്റർ നമുക്ക് കാണാൻ ഇന്റർലൊക്കെ കാണാൻ യോഗം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ശരിക്കും അങ്ങോട്ട് ആഞ്ഞു പിടിക്കാം. ഓക്കെ. കൃഷ്ണവേണിയുടെ അടുത്തൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം എന്താണ് അവസ്ഥ എന്നുള്ള ക്ലാസ്. അതെ, അല്ലാതെ നമുക്ക് അതാ തുടങ്ങായിരുന്നു. അതെ അതെ, കഥയൊക്കെ ഭയങ്കരമായിട്ട് എന്താ പറയാ ഇൻബിൽഡ് ആയിട്ട് വെച്ചിട്ടുള്ള ക്ലാസ് ഒക്കെയാണ് അല്ലെ കൃഷ്ണവേണി നമ്മുടെ. ഞാനിങ്ങനെ എന്താ പറയാ ഫുൾ ടൈം ക്ലാസ് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് പോർഷൻ എടുക്കുന്ന ഒരാളൊന്നും ഇല്ല കേട്ടോ. കുറെ സംസാരിച്ച് അങ്ങനെയൊക്കെയാണ്. ഓക്കെ. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് എന്താണ് പോർഷൻസ് കംപ്ലീറ്റ് ആക്കണം എന്നുള്ള ഒബ്ജക്റ്റീവ് മാത്രം മുന്നിലുള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അത് പോയിന്റ് ഓഫ് എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ എന്ത് ചെയ്യുന്നു, ക്ലാസ് എടുക്കുന്നു. ഓക്കെ. ബട്ട് ഞങ്ങൾ കാറ്റൊക്കെ പാസ്സായി ഇന്ററിലൊക്കെ വന്നിരിക്കുമ്പോ എന്താണ്, ഞാൻ CMA ഫൈനലിൽ ക്വാളിഫൈഡ് ആയിട്ടിരിക്കുകയാണെങ്കിൽ എന്താണ് നമുക്ക് അവിടെ വെച്ച് നമ്മുടെ കഥ തുടരാം, അല്ലേ കൃഷ്ണവേണി? ഞാൻ കുറെ ലൈഫിൽ എക്സ്പീരിയൻസും കരിയർ ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും മോട്ടിവേഷനും അങ്ങനെ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ബ്ലാ ബ്ലാ ക്ലാസ് ആണ് അല്ലേ കൃഷ്ണവേണി നമ്മുടെ. അതെ, എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ക്ലാസ് ആണ്. ബട്ട് ഇപ്പൊ അങ്ങനെ ചെയ്യുന്നുള്ളൂ കേട്ടോ. ഓക്കെ, നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യും. മിസ് എന്താ ഇങ്ങനെയെന്നൊന്നും വിചാരിക്കല്ലേ കേട്ടോ. മിസ് ക്ലാസ് മാത്രം എടുക്കുക, വേറെ ഒരു അക്ഷരം പോലും മിണ്ടണില്ല. ആക്ച്വലി എൻറ്റയർലി ഡിഫറെന്റ് ആണ് ക്ലാസ്. ഇതൊന്നും അല്ല ശരിക്കും ക്ലാസ് എന്ന് പറയുന്നത്. ഞാൻ ഫുള്ള് ക്ലാസ് എടുക്കുന്നൊക്കെ കൂടുതൽ ഇടയിൽ സംസാരം കാര്യങ്ങളൊക്കെയാണ് മെയിൻലി. യെസ്. അപ്പോ നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂല് ക്യാമറ ഇപ്പൊ ഓണാക്കാൻ പറ്റുന്ന അവസ്ഥയിലല്ല ഫാത്തിമ. ബട്ട് ഞാൻ നാളെ അല്ലെങ്കിൽ മറ്റന്നാ വരാം കേട്ടോ. നിങ്ങളിപ്പോ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പറയരുത്. ഓക്കെ. എന്ത് ചെയ്യണം, പ്രീ പ്രിപ്പയർഡ് ആയിരിക്കണം. അല്ലാണ്ട് ഇന്നിപ്പോ സൺഡേ കൂടിയാണല്ലോ, അപ്പൊ മനസ്സിലാവുമല്ലോ, നമ്മള് ഓഫീസിലൊക്കെ ആകെ കൂടെ കിട്ടുന്ന ഒരു ദിവസമല്ലേ സൺഡേ. അപ്പൊ മനസ്സിലാക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു അവസ്ഥയും കാര്യങ്ങളൊക്കെ. അതെ അതെ അതെ, പ്രിപ്പയർ ആയി ലുക്കായിട്ട് വന്നാൽ മതി. അതെ അതെ അതെ, അങ്ങനെയൊക്കെ നമ്മൾ പറയില്ലേ, ഒരു ദിവസം കിട്ടുന്നത് നമ്മൾ ഉറങ്ങി ആസ്വദിക്കണം, കുളിക്കാനൊന്നും പാടില്ല, അങ്ങനത്തെ കുറെ ഇൻബിൽഡ് റൂളൊക്കെ വെക്കുന്ന ആളാ ഞാൻ. എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ഓഫീസിലേക്ക് യാത്ര പോകണതല്ലേ. സൺഡേസ് ഒക്കെ ഒരു ചേഞ്ച് വേണ്ട നമുക്ക്, അല്ല ഫാത്തിമ? അതെ അതെ. അപ്പൊ പറയാലോ സൺഡേസ് ആണ്. അപ്പൊ ഇപ്പൊ ഇന്നലെയൊക്കെ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് ഓഫീസിൽ ഇരിക്കുന്ന സമയമൊക്കെ ആയിരിക്കും ചിലപ്പോ. ഓക്കെ. ഇന്നത്തെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ഓക്കെ. നിങ്ങക്ക് അറിയാലോ, നിങ്ങൾ പെമ്പിള്ളേർക്ക് അറിയാലോ അവസ്ഥ. നമ്മളൊക്കെ എല്ലാവരും ഇതുപോലൊക്കെ തന്നെയല്ലേ. അല്ലാണ്ട് രാവിലെ 5 മണിക്കൊക്കെ എഴുന്നേറ്റ് കുളിച്ച് കയറി തൊട്ടിരിക്കുന്ന പെമ്പിള്ളേരൊക്കെ ഉണ്ടാ ആരെങ്കിലും? ഉണ്ടാവട്ടോ, എനിക്ക് പറയാനൊന്നും പറ്റില്ല. ഓക്കെ. അതെ, ഉണ്ടാവും. ഒരു 90 ഒരു 100 ഒക്കെ എടുക്കുകയാണെങ്കിൽ അതിലൊരു 2% 3% ഒക്കെ ചിലപ്പോൾ ഉണ്ടാവും. അതെ, പറയാൻ പറ്റുന്നില്ല. ബട്ട് ഞാൻ ആ ഒരു കൂട്ടത്തിലല്ല, അത്രേ ഉള്ളൂ. ഒരു ദിവസം കിട്ടുമ്പോ അത് നമ്മൾ മാക്സിമം ഉറങ്ങി തീർക്കുക. ഓക്കെ, മാക്സിമം ലേസി ആയിട്ട് തീർക്കുക എന്നുള്ള ഒരു ഓപ്ഷനിലാണ്. പിന്നെ ഞാൻ ഇന്ന് നിങ്ങൾക്ക് ക്ലാസ് പോലും വെക്കണമെന്ന് വിചാരിച്ചതാ, പിന്നെ എക്സാം അല്ലേ എന്ന് വിചാരിച്ചിട്ട് എടുത്തതാ. സൺഡേ ഫുള്ള് ഫ്രീ ആയിട്ട് അലമ്പായിട്ട് കളയേണ്ട ദിവസമാണ്. അല്ലേ? അതെ, അങ്ങനെയാണ് കാര്യങ്ങള്. യെസ്, നിങ്ങളുടെ എക്സാം 25th അല്ലേ വരുന്നേ? 4 എണ്ണം എന്താ
നാളെ എന്താ എന്താ ക്ലാസ് മനുഷ്യർ ചോദിച്ചേക്ക് മനസ്സിലായില്ല. അതില് നമ്പേഴ്സ് മിക്സ് ആയിട്ടാണ് ടെക്സ്റ്റ് വന്നത്. നാളെ ഞങ്ങൾക്കാണോ എന്നാണോ ചോദിച്ചേ? നിങ്ങൾക്കൊരു 6 ക്ലാസ് മതി. 2 മണിക്കൂർ വെച്ചിട്ട് 6 ക്ലാസ് മതി. നാളെ 4 മണിക്കാണോ എന്നുള്ളതേ. നാളെ എനിക്ക് ആക്ച്വലി ഓഫീസ് ഉണ്ട്. ഞാൻ ഓഡിറ്റർ ആയിട്ട് വർക്ക് ചെയ്യാണ് ഖത്തറിലെ ഒരു കമ്പനിയിൽ. അപ്പൊ നാളത്തെ കാര്യം ഒരു ചെറിയ ഇഷ്യൂ ഉണ്ട്. നോക്കട്ടെ. ഓക്കെ, എന്തായാലും 4 മണിക്കാവില്ല. കാരണം 4 മണിക്കാക്കാൻ പറ്റില്ല. കാരണം ഞാൻ കണ്ടിന്യൂസ്ലി അവിടെ 6 മണി വരെ ഇരിക്കേണ്ടി വരും ഓഫീസിൽ. അത് പോസിബിൾ അല്ല. ഞാൻ അന്ന് നോക്കിയിട്ട് പറയാം. ഓക്കെ, ചിലപ്പോൾ കുറച്ച് നേരത്തോടെ ആയിരിക്കും. മോർണിംഗ് കുറച്ച് നേരത്തോടെ ആയിരിക്കും. ഒരു 9 മണി ടു 10 മണി ആ സമയം ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് നോക്കാം. ഞാൻ നാളെ നോക്കിയിട്ട് പറയാം കേട്ടോ. ഈവനിങ് ഇപ്പൊ ഈ സമയമാവാൻ എന്തായാലും ചാൻസ് ഇല്ല. നാളെ ലീവാക്കാന്നാ? അയ്യോ, എവിടെന്ന പൊങ്ങി വന്നാവോ ഈ ആസ്വി? ഇത്ര നേരം ലീവിന്റെ കാര്യം പറഞ്ഞ മാത്രം തല നോക്കിട്ടാ. ഇത്ര നേരം മിണ്ടാണ്ടിരുന്നിരുന്ന ആളാണ്. ക്ലാസ് എടുക്കുന്നുണ്ട്, ക്ലിയർ ആണോ ഒക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ മിണ്ടാണ്ടിരുന്നിരുന്ന പുള്ളിയാണ് കേട്ടോ. എന്താ ശരിക്കുള്ള പേരെന്താ? അശ്വിൻ എന്നാണോ? തോന്നി. ആശ്വി എന്ന് കേട്ടപ്പോ തോന്നി അശ്വിൻ. ഓക്കെ, ഇത്ര നേരം എന്താ പറയാ മെല്ലൻ ഒരു സൈഡിൽ മുക്കിൽ പോരുന്നിരുന്ന ആൾക്കാരാണ്. ഓക്കെ, ലീവ് എന്ന് പറഞ്ഞപ്പോ ഓടിച്ചാടി പടഞ്ഞു വന്നിട്ട് എന്താ പറയാ അർജന്റീന ജയിച്ചതിന് സന്തോഷം തോന്നുന്നുണ്ട് അല്ലേ അശ്വിന? അതെ അതെ അതെ, എനിക്ക് തോന്നി അതാണ്. പെട്ടെന്ന് ഒരു ബോധോദയം ഉണ്ടായത് അതാണെന്ന് മനസ്സിലായി. അതെ അതെ അതെ, ഇവിടെ എന്റെ അനിയൻ മറ്റേ കേക്ക് ഒക്കെ ഓർഡർ ചെയ്തിട്ടൊക്കെ ഇരിക്കുന്നുണ്ട് അതിന്റെ സന്തോഷത്തിൽ. എന്നാ സംഭവം അറിയില്ല എനിക്ക്. എന്തിനാ ഇവൻ കേക്ക് മേടിച്ച് മുറിക്കണെന്ന് എനിക്കറിയില്ല കേട്ടോ. അവര് ജയിച്ചത് അവര് കപ്പം കൊണ്ടുപോയി. ഇവ എന്തിനാ ഇവിടെ കപ്പ് മുറിക്കണെന്ന് എനിക്കറിയില്ല. കേക്ക് മുറിക്കണെന്നുള്ള എനിക്കറിയില്ല. അവസ്ഥയാണ് ശരിക്കും അല്ലേ അശ്വിനെ? അതെ, കുറച്ച് ഫിനാൻഷ്യൽ പ്രോബ്ലം ആയതുകൊണ്ട്. അതെ 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 അതെ. ഓക്കെ, അപ്പൊ നിങ്ങളെ പഠിത്തൊക്കെ എവിടം വരെ എത്തി? അതെ അതെ അതെ, കൊറോണയ്ക്ക് ആണല്ലോ അല്ലെ, പാൻഡമിക് ആണ്. പഠിത്തം എവിടം വരെ എത്തി? പഠിക്കണ്ടോ നിങ്ങള്? ഈ വീക്കില് നിങ്ങൾക്ക് ലീവ് തന്നില്ലല്ലോ ചോദിക്കുമ്പോ, ബിക്കോസ് നിങ്ങളുടെ ലോ ബാക്കിയുള്ള ലെസൺസ് ഒക്കെ കഴിഞ്ഞോ? പഠിക്കണം. എനിക്കിനൊരു ഇന്നത്തെ ദിവസം കൊണ്ട് കഴിഞ്ഞ 3 ക്ലാസ്സും കൂടെ കഴിഞ്ഞിട്ട് ഞാൻ എന്റെ കാര്യം നോക്കി പോകും. എനിക്ക് ആകെ ഇൻഡസ്ട്രിയൽ ലോ മാത്രമേ തന്നിട്ടുള്ളൂ നിങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് അധികം എന്താ പറയാ ഓവർ ബർഡൻ ഒന്നുമില്ല. എനിക്കൊരു ഇന്നത്തെ ക്ലാസ്സിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 3 ക്ലാസ്സിന് കഴിഞ്ഞിട്ട് ഞാൻ തീർത്ത് പോകും. അത്രേ ഉള്ളൂ എന്റെ കാര്യം. ബാക്കിയൊന്നും എന്താ, ഇറ്റ്സ് നോട്ട് മൈ കപ്പ് ഓഫ് ടീ. ഓക്കെ, എന്റെ എന്റെ എന്താ പറയാ ഇതിൽ വരുന്ന കാര്യങ്ങളല്ല. എനിക്കറിയില്ല നിങ്ങളുടെ സിലബസ് മീൻസ് ഇനിയിപ്പോ ഏതൊക്കെ എടുക്കാനുണ്ടോ നിങ്ങൾക്ക് കാറ്റില്? അക്കൗണ്ടൻസി കുറച്ചുണ്ട്, ഷംസുദ്ദീൻ സാറിന്റെ കുറച്ചുണ്ട്. ഓക്കെ, ജി എസ് ടി ദിനേഴ്സാറല്ലേ നിങ്ങൾക്ക് എടുക്കുന്നത്? ഓക്കെ, ക്ലാസ് എങ്ങനെ നല്ലതാണോ ജി എസ് ടി? ഓക്കെ. അതൊരു നീട്ടി പിന്നേന്ന് നീട്ടി പിന്നേന്നൊരു ഇതുണ്ടല്ലോ, എന്ത് സംഭവം? അതെ, എല്ലാ ഇത് മനസ്സിലാക്കി എടുത്ത പ്രത്യേകിച്ച് ഒന്നും പറയില്ല മിസ്സേ, എല്ലാം അതിലുണ്ട് അല്ലെ? ഓക്കെ, ടു ബി ഫ്രാങ്ക്, നിങ്ങൾക്ക് ലോ ക്ലാസ് ഓക്കെ ആണോ? ഞാൻ പറയുന്നത് കൺസെപ്റ്റ് വൈസ് ആണെങ്കിലും തിയറട്ടിക്കൽ ആണെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? ബിക്കോസ് ഞാൻ ഫസ്റ്റ് ടൈമാണ് കാറ്റിന് എടുക്കുന്നത് കേട്ടോ. ലോ ഫസ്റ്റ് ടൈമാണ്. ഞാൻ എത്ര നാൾ ബികോം ആണ് ഹാൻഡിൽ ചെയ്തിരുന്നത് ICMS. ഓക്കെ, ശരിക്കും മാത്രമേ മനസ്സിലാവുന്നുള്ളൂ. ബോറടിക്കണ്ട് അല്ലെ ശരിക്കും പറയാച്ചെങ്കിൽ? ലോ ശരിക്കും സത്യം പറയാണെന്നുണ്ടെങ്കിൽ ഈ ക്ലാസ് മാത്രം എടുക്കുകയാണെങ്കിൽ വളരെ ബോർ പരിപാടി. അപ്പൊ ഞാൻ എടുക്കുന്ന രീതിയിൽ എടുക്കാന്ന് വെച്ചാൽ വളരെ ബോർ പരിപാടി. എനിക്ക് നല്ലോണം അറിയാം കേട്ടോ, അത് നല്ലോണം അറിയാം. ഇപ്പൊ ഞാൻ വന്നു, നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സിലെ ഞങ്ങൾ മിസ്സിനെ കുറെ തെറ്റിദ്ധരിച്ച്. അതെ 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 അതെ, തെറ്റിദ്ധരിച്ചു. എനിക്ക് തോന്നി തെറ്റിദ്ധരിച്ചു എന്ന്. യെസ് അശ്വിൻ, ആക്ച്വലി ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ കൃഷ്ണമണിയുടെ അടുത്ത് അല്ലെങ്കിൽ അവരുടെ അടുത്ത് ഓൾറെഡി എന്റെ ക്ലാസ്സിൽ ഇരുന്നിട്ടുള്ള പിള്ളേരുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും.
ഞാൻ എങ്ങനെ ക്ലാസ് എടുക്കാറെന്നുള്ളത്. ഓക്കെ, ബട്ട് ഇന്നാണ് ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരു 10 മിനിറ്റ് മാറ്റി വെച്ചേ, ലൈക്ക് ഡിഫറെന്റ് ആയിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെയല്ല ആക്ച്വലി ഞാൻ ക്ലാസ് എടുത്ത് പോവാറ്. ഓക്കെ, പല കഥകളും പറഞ്ഞ്, എന്റെ ലൈഫിലെ കാര്യങ്ങൾ പറഞ്ഞ്, കരിയറിന്റെ കാര്യങ്ങൾ പറഞ്ഞ്, വർക്കിന്റെ കാര്യം പറഞ്ഞ്, ഇന്റർവ്യൂവിന്റെ കാര്യങ്ങൾ പറഞ്ഞ്, ആ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു പോരട്ടെ, ഓക്കെ ആണെന്നല്ലേ. അതെ അതെ, എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് സീരിയസ് ആവണം. ഓക്കെ, ഞങ്ങൾക്ക് മാത്രമായി എന്നുള്ളതിന്റെ ആൻസർ ആണ് ഞാൻ പറയാൻ പോകുന്നത്. ബിക്കോസ് യുവർ എക്സാം ടൈം ഇസ് നോട്ട് ക്വൈറ്റ് ഫാർ അവേ ഫ്രം യുവർ കറന്റ് ഡേ. ഓക്കെ, ഒരുപാട് ദൂരമല്ല നിങ്ങളുടെ എന്ത് എക്സാം എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് മാത്രമാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ എടുക്കുന്നത് കേട്ടോ. ഓക്കെ, ഞാൻ ആക്ച്വലി ഇതെല്ലാം അവസ്ഥ, നിങ്ങൾ കുറച്ച് സീരിയസ് ആവണം. ഓക്കെ, നിങ്ങൾ കാറ്റ് നിങ്ങൾക്കറിയാം, പ്ലസ് ടു കഴിഞ്ഞിട്ടല്ലേ ഇപ്പൊ നിങ്ങൾ കാറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ജസ്റ്റ് സിമ്പിൾ ആയിട്ട് പാസ്സാവാൻ പറ്റുന്ന ഒരു എക്സാം ആണ്. അതെ, അതും കൂടെ കൺസിഡർ ചെയ്യണം. 2 വീക്കേ ഉള്ളൂ, വെറുതെ സംസാരിച്ച് കളയാനുള്ള സമയമില്ല നമുക്ക്. ഓക്കെ, ഇപ്പൊ ബികോം ക്ലാസ് ഒക്കെ എടുക്കുമ്പോൾ ഞാൻ ലാവിഷ് ആയിട്ട് സംസാരിച്ചിട്ട്, ഇപ്പൊ 2 മണിക്കൂർ ക്ലാസ് ഉണ്ടെങ്കിൽ ഞാൻ അതിലൊരു 1.5 മണിക്കൂറൊക്കെ ക്ലാസ് മാക്സിമം എടുക്കുള്ളൂ. പിന്നെ ഒക്കെ സംസാരമാണ്. നിർത്തി പോണവർക്ക് നിർത്തി പോവാം, ബാക്കിയുള്ളവർക്ക് എന്ത് ചെയ്യാം, സ്റ്റേ ചെയ്യാന്ന് പറയാൻ ഞാൻ ചെയ്യാറ്, സംസാരിക്കാൻ വേണ്ടിയിട്ട് മാത്രം. അങ്ങനെ ഒരു പെർട്ടിക്കുലർ ക്ലാസ് ആണ് ഞാൻ ചെയ്യാറ്. മിക്സ് ചെയ്തിട്ടാണ് ക്ലാസ് എടുക്കാറ്. സംസാരവും എല്ലാവരുടെയും പരിചയപ്പെട്ട് അങ്ങനെയൊക്കെയാണ് ചെയ്യാറ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ അവസ്ഥ എന്തല്ല, ഫേവറബിൾ അല്ല. അതുകൊണ്ടാണ് അങ്ങനെ എടുക്കുന്നത്. ഓക്കെ, ക്ലാസ് കട്ടൊക്കെ ചെയ്യാൻ പറ്റും. കട്ട് ചെയ്യാനല്ല ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഞാനൊരു ദിവസം ഒരു ഇത്ര പോർഷൻ എടുക്കാൻ വിചാരിച്ചിട്ടുണ്ടായിരിക്കും. ആ പോർഷൻസ് ഞാൻ എന്ത് ചെയ്യും, എടുത്തു കഴിയും. ആൻഡ് ആഫ്റ്റർ ദാറ്റ് നമുക്ക് സമയം ഉണ്ടായിരിക്കും. അപ്പൊ ഞാൻ പറയും എന്ത്, ഇനി എന്റെ സംസാരം കേൾക്കുന്നവർക്ക് ഇവിടെ സ്റ്റേ ചെയ്യാം. ഓക്കെ, കേട്ടിരിക്കണവർക്ക് സ്റ്റേ ചെയ്യാം, അതല്ലാത്തവർക്ക് ലീവ് ചെയ്യാം എന്ന് പറയും. ഓക്കെ, അപ്പൊ 1-2 പേരൊക്കെ ലീവ് ചെയ്യും, ബാക്കി പിള്ളേരൊക്കെ അവിടെ സ്റ്റേ ചെയ്യും. അങ്ങനെ കുറച്ച് പേരുണ്ട്, നമ്മൾ ലൈക്ക് മിങ്കിൾ ചെയ്തിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന കുറച്ച് പിള്ളേർ അങ്ങനെ ചെയ്യാറുണ്ട്. ഓക്കെ, കൃഷ്ണവേണിയോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം അവസ്ഥ എന്താന്നുള്ളത്. നമ്മുടെ കരിയർ എങ്ങനെയൊക്കെയാണ് ബിൽഡപ്പ് ചെയ്തേ നമുക്ക്. ഞാൻ എല്ലാ ക്ലാസ്സിലും എന്താ നിങ്ങളുടെ ഒരു ക്ലാസ്സിൽ പറഞ്ഞത് തോന്നുന്നു, കൃഷ്ണവേണിയുടെ ക്ലാസ്സിലാണ് പറഞ്ഞത് തോന്നുന്നു. ഞാനും നിങ്ങളെ വലിയ ഏജ് ഡിഫറൻസ് ഒന്നുമില്ല. ഐ എം ജസ്റ്റ് സ്റ്റിൽ 22. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നു, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു കോഴ്സ് എടുക്കുമ്പോൾ നമുക്ക് എത്ര പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ കരിയർ ബിൽഡപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, നമ്മളൊരു കോളേജിൽ ക്ലാസ് എടുക്കുന്നെങ്കിൽ നമ്മൾ സാധാരണ നോർമലി അല്ലെങ്കിൽ ജനറലി നമ്മൾ എന്തൊക്കെ ചെയ്യണം? 22 എന്താണ്, എത്ര ഇപ്പൊ BEd എടുക്കണം, ഇപ്പൊ PG ഹോൾഡർ ആയിരിക്കണം. ഓക്കെ, അങ്ങനത്തെ ഇഷ്യൂസ്, എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ടെന്നുള്ളത്. ഓക്കെ, ജസ്റ്റ് ഒരു കോളേജ് ആണെങ്കിൽ. ബട്ട് ഈ ഒരു കോഴ്സ് എടുക്കുമ്പോൾ പാസ് ആവുമോ എന്ന് നോക്കട്ടെ. യെസ്, പാസ് ആവുന്ന CMA ഇന്റർ ക്വാളിഫൈഡ് ആണ്, ഡൂയിങ് മൈ ഫൈനൽസ്. ഓക്കെ, ഫൈനൽ ചെയ്യാണ്. ആൻഡ് അലോങ് വിത്ത് ദാറ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. MCOM കഴിഞ്ഞിട്ടില്ല, ഐ എം ജസ്റ്റ് BCom ഗ്രാജുവേറ്റ് വിത്ത് CMA ഇന്റർ ക്വാളിഫൈഡ് ആൻഡ് ഡൂയിങ് മൈ CMA ഫൈനൽസ്. ഓക്കെ, MCOM ഞാൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. MCOM അല്ല MBA ആണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്, PG. ആൻഡ് ഇപ്പോൾ മറ്റേ ഫോറൻസിക് എന്ന് പറഞ്ഞിട്ടൊരു ഓഡിറ്റ് വന്നിട്ടുണ്ട് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡിപ്ലോമ ഇൻ ഫോറൻസിക് ഓഡിറ്റ്. കണ്ടിട്ടുണ്ടോ എന്ന് അറിയില്ല നിങ്ങൾ, നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള പ്ലാനിലാണ്. ഒരു ഫോറൻസിക് ഓഡിറ്റ് ഒരു സംഭവം. അതന്നെ ഇന്നലെയോ മറ്റോ തോന്നുന്നു കണ്ടിട്ടുണ്ടായിരുന്നു. അത് ചെയ്ത കൊള്ളാന്നുണ്ടായിരുന്നു. CMA ഫൈനൽ സ്റ്റുഡൻസിനാണ് അത് കുറച്ചും കൂടി റിഡക്ഷൻ ഉള്ളത്. അപ്പൊ അത് ചെയ്ത കൊള്ളാന്നുണ്ടായിരുന്നു. പിന്നെ ACCA ചെയ്താലോ എന്നുള്ളൊരു ആലോചനയിലാണ് ഇരിക്കുന്നത്. ACCA ചെയ്ത ഒരു നല്ല ബെനിഫിറ്റ് ആണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ അതും കൂടെ ഒന്ന് ചെയ്താ കൊള്ളാന്നൊക്കെ ഉണ്ട്. പ്ലാനിങ് ആണ് കേട്ടോ, അറിയൊന്നുമില്ല അവസ്ഥ എന്താണെന്നുള്ളത്. അതൊക്കെ ഒരു രസല്ലേ നമ്മുടെ അശ്വിനെ, ചുമ്മാ കയ്യിലിരിക്കട്ടെ. നമ്മൾ പറയില്ലേ, മറ്റേ അബ്ദുൽ കലാം മരിച്ചു പോയപ്പോ അവസാനം ഒന്നും ഉണ്ടായില്ല, കുറച്ച് ഡോക്ടറേറ്റ് മാത്രമേ കയ്യിലുണ്ടായുള്ളൂ എന്ന് പറഞ്ഞ മാതിരി എന്തെങ്കിലുമൊക്കെ വേണ്ടേ കയ്യില്. അല്ലേ, കേട്ടിട്ടില്ലേ ഇത്? കേട്ടിട്ടുണ്ടാ അശ്വിനെ? ഇവിടെ CMA എന്താ കാറ്റ് ആയി നടക്കണുള്ളൂ. അപ്പളേക്കും എന്താണ് മിസ് ഓരോന്ന് പറഞ്ഞ പേടിപ്പിക്കണേ ലക്ഷനെ. അത് വേണം, ഇത് വേണം, അങ്ങനെ വേണം, ഇങ്ങനെ വേണം എന്നൊക്കെ പറഞ്ഞിട്ട്. ബട്ട് എന്താ ബട്ട് ബാക്കി പറയ്, എന്തിനാ ഇത്രയൊക്കെ പഠിച്ചിട്ട് ബട്ട് ബാക്കി എന്താ? പോരട്ടെ, പോരട്ടെ.
ഒന്നുമില്ല. പറഞ്ഞോടോ, ഞാനല്ലേ, പോരട്ടെ. ഞാൻ ഒന്നും പറയൊന്നുമില്ല. ഞാൻ ഒരു പാവം, എന്താ പറയാ, മിസ്സാണ്. ഇല്ല കഥയൊന്നുമില്ല. പോരട്ടെ, പറഞ്ഞോ, ഞാൻ ഒന്നും പറയൊന്നുമില്ല. നീ ബാക്കിയുള്ള ഗേൾസ് ഒക്കെ എവിടെ പോയി? അശ്വിന് ഇത്ര നേരം മിണ്ടാണ്ടിരിക്കായിരുന്നു, പെട്ടെന്ന് പൊങ്ങി വന്നപ്പോ പശ്ചിമ മാത്രമായി ലീഡ് ചെയ്യുന്നത്. ബാക്കി എല്ലാവരും തള്ളി പുറത്താക്കി. ഫൈനൽ എക്സാം ഒരു പ്രാവശ്യം എഴുതിയോ? ലേറ്റ് ആയത് എന്താ? ആക്ച്വലി ഞാൻ 2019 ഡിസംബറിലാണ് പാസ് ഔട്ട് ആയേ, മീൻസ് ഇന്റർ പാസ് ഔട്ട് ആയേ. 2020 നിങ്ങൾക്ക് അറിയാം, പാൻഡമിക് കാരണം എക്സാം ക്യാൻസൽ ചെയ്തു. ഡിസംബറിൽ ഓൺലൈൻ എക്സാം ആണെന്ന് പറഞ്ഞപ്പോ ഞാനൊന്ന് വേണ്ടാന്ന് വെച്ചു, ഓപ്റ്റ് ഔട്ട് ചെയ്തു. ഓക്കെ, ആൻഡ് റൈറ്റിംഗ് മൈ ഫസ്റ്റ് അറ്റംപ്റ്റ് ഫോർ ഫൈനൽ ഇൻ ദിസ് സെപ്റ്റംബർ ഒക്ടോബർ എപ്പോഴോ വരണമെങ്കിൽ അപ്പോ പോയിട്ട് എന്ത് ചെയ്യും, ഫൈനൽ എഴുതും. ഓക്കെ, അങ്ങനെയാണ് വിചാരിച്ചിട്ടുള്ളത്. ഓക്കെ, ബാക്കി എല്ലാവരും എവിടെ പോയി? അശ്വിന വഴിക്ക് പോയോ? അശ്വിനെ എന്ത് പറയാണ്ട് പറഞ്ഞിട്ട്. അതെ, ഓക്കെ. ഓക്കെ, അപ്പൊ നമുക്കിനി എന്ത് ചെയ്യാം? സംസാരം മെല്ലനെ ഒതുക്കി വെക്കാം. പിന്നീട് നമുക്ക് എങ്ങോട്ട് പോവാം? നമ്മുടെ പഠിത്തത്തിക്ക് ഒന്ന് എന്ത് ചെയ്യാം? ബാക്ക് ടു അവർ ക്ലാസ്. ഓക്കെ. യെസ്. അശ്വിൻ പറയാൻ വേണ്ടി വരുമ്പോഴാണ് ഞാൻ പറയണേ എന്ത് നമുക്ക് ക്ലാസ് എടുക്കാന്നുള്ളത്. അശ്വിനെ പറഞ്ഞ അവസാനിപ്പിച്ചു, എന്നിട്ട് നമുക്ക് ക്ലാസ് എടുക്കാം. ഇനി നാളെ പോരേന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ലെസൺ ഒരു 2-3 കാര്യങ്ങളുള്ള പറയാനുണ്ട്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞു. അപ്പൊ അത് കംപ്ലീറ്റ് ചെയ്യില്ലേ എന്നുള്ളത്. അല്ലെങ്കിൽ 6 ക്ലാസ് എന്നുള്ളത് 7 ക്ലാസ്സിലേക്ക് 8 ക്ലാസ്സിലേക്ക് പോകും. എന്തിനാ വെറുതെ അശ്വിനെ, വെറുതെ ബോറം പരിപാടിയാണ് ശരിക്കും പറയാച്ചിട്ടുണ്ടെങ്കിൽ. കാരണം ഈ എന്താ പറയാ, ഡിറ്റക്ട് ചെയ്തിട്ട് വെറുതെ എഴുതിച്ച് ക്ലാസ് എടുക്കണ മാതിരി. എനിക്ക് കുറച്ചും കൂടെ ക്ലാസ് ടൈം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയാ, എടുക്കായിരുന്നു കുറച്ചും കൂടെ. ഇന്ന് സൺഡേ അല്ലേ മിസ്സേ, വയ്യ. എടാ നീ ഒരു കാര്യം ചെയ്ത്, നീ പോയി കിടന്ന് ഉറങ്ങിക്കോ. നീ റെക്കോർഡ് ക്ലാസ് എടുത്ത് കേട്ടാ മതി എക്സാമിന്റെ തലേ ദിവസം. ബാക്കിയുള്ള പിള്ളേർ കുറച്ച് പേരുണ്ട് ഇവിടെ പഠിക്കാൻ വേണ്ടിട്ട്. തളർത്തല്ലേ നീ ബാക്കിയുള്ളവരനെ സൺഡേ ആണെന്ന് പറഞ്ഞിട്ട്. ആ സൺഡേ ആണെന്ന് വിചാരിച്ചിട്ടേ, ഇപ്പൊ നിങ്ങളിപ്പോ തിങ്കളാഴ്ചയാണ് നിങ്ങൾക്ക് എക്സാം എന്ന് വിചാരിക്കുക, കാറ്റ്. അപ്പൊ നിങ്ങൾ വിചാരിച്ചിരിക്കോ, ഇന്ന് സൺഡേ ആണ്, ഇനിയിപ്പോ എന്തായാലും പഠിക്കണ്ട അങ്ങനെ വിചാരിക്കോ? അങ്ങനെ വിചാരിക്കോ അശ്വനെ? തിങ്കളാഴ്ച നമ്മുടെ കാറ്റ് എക്സാം ആണ്. ഞാൻ വിചാരിക്കുന്നത്, ഞാൻ വിചാരിക്കും. യെസ്, അതെ, നമ്മളെപ്പോഴും സ്റ്റേബിൾ ആയിട്ടുള്ള ഉത്തരത്തിൽ നിൽക്കണം കേട്ടോ അശ്വനെ. അത് തെറ്റോ ശരിയോ ആയിക്കോട്ടെ, ബി സ്റ്റേബിൾ വിത്ത് യുവർ ആൻസേഴ്സ്. ഓക്കെ, ഞാനൊക്കെ അങ്ങനെയാണ് കേട്ടോ. എനിക്കൊരു ഒപ്പീനിയൻ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലെക്സിബിൾ ആവരുത്, നമ്മൾ പിടിച്ചിരിക്കണം. നല്ലൊരു ക്യാരക്ടറാണ്. ഓക്കെ. യെസ്, അപ്പൊ നമ്മൾക്ക് ബാക്ക് ടു അവർ ക്ലാസ്. ഒരു 2-3 ടോപ്പിക്കും കൂടെ ഉള്ളൂ. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇത് നിർത്താം മീൻസ് നമ്മുടെ എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട് കംപ്ലീറ്റ് ആവും. ഓക്കെ, അതെ, ഞാൻ എന്റെ വാക്കിൽ ഉറച്ചു നിൽക്കും. അതെ, അടിപൊളി. ആമ്പിള്ളേര് ആയ അങ്ങനെ വേണം അല്ലേ? യെസ്, അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. അശ്വിൻ, ഇഫ് യു ക്യാൻ സ്റ്റേ ഹിയർ, യു ജസ്റ്റ് മെയിൻറ്റെയിൻ. ഓക്കെ, ഇവിടെ എന്ത് ചെയ്യാൻ നിൽക്കുക, അതർവൈസ് എന്ത് ചെയ്യാം, ഡിസ്റ്റർബ്ഡ് ആയിട്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല. അല്ലെങ്കിൽ ക്ലാസ് കേൾക്കാൻ മൈൻഡ് ഇല്ലാണ്ടിരുന്നിട്ട് കാര്യമില്ല. ഞാൻ പറയും, ഞാനൊക്കെ അങ്ങനെയാണ്. ഇരിക്കാൻ മൂഡില്ലെങ്കിൽ ഇറങ്ങി പോവുക. അതെല്ലാം ചെന്നെങ്കിൽ അവിടെ ഇരിക്കുക. പഠിക്കണം എന്നുള്ളത് തോന്നലുണ്ടെങ്കിൽ അവിടെ ഇരിക്കുക. അതെല്ലാം ചെന്ന് ജസ്റ്റ് ലീവ് ഇറ്റ്. ഓക്കെ, അത്രേ ഉള്ളൂ നമ്മുടെ കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പൊ ഷഹല, നന്ദന ഒക്കെ ഇവിടെ ഇല്ലേ? അനശ്വര ഒക്കെ ഇല്ലേ ഇവിടെ? ഓക്കെ, അപ്പൊ ക്ലാസ് തുടങ്ങാം. അശ്വിൻ വരുവോ പോവോ, വാട്ട് എവർ ഇറ്റ് ഇസ്, എനിക്കറിയില്ല എന്താന്നുള്ളത്. നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ ഞാനിപ്പോ ലാസ്റ്റ് ടോപ്പിക് എന്താണ് ഞാൻ നിർത്തിയേ? എന്താ നിർത്തിയേ ഞാൻ ലാസ്റ്റ് ടോപ്പിക്? ഞാൻ സംസാരിച്ച ഷഹല, നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവില്ലേ മിസ് ഇങ്ങനെ ക്ലാസ് ഇങ്ങനെ കണ്ടിന്യൂസ്ലി എടുക്കുന്നു, ഇന്നത്തെ ദിവസം വന്നിട്ട് ഇന്നലത്തെ ക്ലാസ് റിവൈൻഡ് ചെയ്യുന്നു, എന്തൊക്കെ ജഗ പുകയാണെന്നുള്ളത് വിചാരിക്കണ്ടാവൂലേ? പഠിപ്പി ടീച്ചർ വേറെ ഒന്നും, പഠിപ്പി മിസ് വേറെ ഒന്നും, വേറെ ഒന്നിനെ കുറിച്ചിട്ട് ഒരു 5 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടണില്ല അല്ലേ? അങ്ങനൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും അല്ലേ? എനിക്ക് തോന്നി ക്ലാസ് ലീവ് ആവുക. അതെ. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. സത്യ നല്ലോണം തെറ്റിദ്ധരിച്ചു. അതെ, തെറ്റിദ്ധരിച്ചു പോയി. അതെ. അൻസാബ് വന്നിണ്ട് ഇവിടെ. ഇതെപ്പ പൊങ്ങി? ഞാൻ കണ്ടില്ലല്ലോ.
അൻസാബൊക്കെ നമ്മുടെ മെയിൻ ആക്കളാണ് കേട്ടോ മറ്റേ ക്ലാസ്സിൽ, നമ്മുടെ ബികോമിന്റെ ക്ലാസ്സിലൊക്കെ. എടാ അൻസാബ് നീ കേട്ടാ വല്ലതും? എന്നെ ഭയങ്കരമായിട്ട് തെറ്റിദ്ധരിച്ചിരിക്കുന്നു ഇവര്. മിസ് ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, മിസ് ക്ലാസ്സിൽ വേറെ ഒന്നും പറയാറില്ല, കണ്ടിന്യൂസ് ക്ലാസ് ആണ്. ഓക്കെ, അങ്ങനെയൊക്കെയാണ് വിചാരിച്ചിരുന്നത്. ഒലക്കാതെ ഫുൾ പിള്ളേര് മൊത്തം തെറ്റിദ്ധരിച്ചിരിക്കണു മൊത്തം. മിസ് ഭയങ്കര സ്ട്രിക്റ്റ് റൂള്. ഓക്കെ, രാവിലെ ക്ലാസ്സിക്ക് കറക്റ്റ് കയറുന്നു, റിവൈൻഡ് ചെയ്യുന്നു, ഇന്നലെ അടുത്ത ക്ലാസ് റിവൈൻഡ് ചെയ്യണു, ഇപ്പോഴത്തെ കാര്യം പറയണു, ലീവ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അങ്ങനെയൊക്കെയാണ് വിചാരിച്ചിരുന്നത്. ഫുള്ള് പിള്ളേരെ കിളിപോയിട്ടിരുന്നിരുന്നു അൻസബ്. അശ്വിനൊക്കെ പറയാം മിസ് എങ്ങനെയാണെന്ന് പോലും അറിയില്ലായിരുന്നു എന്ന്. എന്താല്ലേ, പിള്ളേരൊക്കെ ആയി കിളിപോയിട്ടിരിക്കുക. നമ്മുടെ ബികോം ക്ലാസ് ഒക്കെ ആവണായിരുന്നു അൻസബ്. ഫുള്ള് ചളി അല്ലേ, കാര്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിപ്പോഴേ ഇവർക്ക് 25-ാം തീയതി എക്സാം നടക്കുക. അതെ, കത്തി മാത്രം, അത്ര ഉള്ളു. ബ്ലാ 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 ഒരു സൈഡിൽ നിന്ന് കേൾക്കാൻ വേണ്ടിട്ട് അപ്പുറത്തെ സൈഡിൽ നിന്ന് പിള്ളേരും, കത്തി വെക്കാൻ ഞാനും അപ്പുറത്ത് കേട്ടിരിക്കാൻ എന്റെ പിള്ളേരും. അങ്ങനെയാണ് ക്ലാസ്. ഓക്കെ, അപ്പൊ 2 ദിവസം കണ്ടില്ലേ അവിടെ നിന്നെ? ഉറക്കെ ടീച്ചർ എന്ത്? നീ കാറ്റ് എഴുതുന്നുണ്ടോ ഇപ്രാവശ്യം? എല്ലാം നടക്കുവോ? നടത്തും, അതെ നടത്തിയിരിക്കും. ഞാൻ 2 ലെസൺസ് കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. ഇന്നത്തോട് കൂടെ 3-ാമത്തെ ലെസൺ കംപ്ലീറ്റ് ചെയ്യും. ഇഞ്ചർ പിള്ളേർ എന്തിനാ കാറ്റ് എഴുതണേ? അത് നല്ല ക്വസ്റ്റ്യൻ ആണല്ലോ. യെസ് അൻസാബ്, അശ്വിന്റെ ക്വസ്റ്റ്യൻ ആൻസർ പ്ലീസ്. ചിലപ്പോ ഒരു സർട്ടിഫിക്കേഷൻ കയ്യിലിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും അൻസാബ്. കാറ്റ് അല്ല, സർട്ടിഫൈഡ് അക്കൗണ്ടിങ് ടെക്നീഷ്യൻ ഒക്കെ ആയിട്ടല്ലേ കിട്ടണേ, അതുകൊണ്ടാണോ അൻസാബേ? ഞാൻ ഫൗണ്ടേഷൻ എഴുതിയില്ല ആദ്യം. എന്നിട്ട് ഫൗണ്ടേഷൻ കിട്ടിയില്ലടാ? ഫൗണ്ടേഷൻ എഴുതിക്കില്ല ആദ്യം. ഓക്കെ അതുകൊണ്ടല്ലേ. ഓക്കെ. അപ്പൊ നമുക്ക് ക്ലാസ്സിക്ക് തിരിച്ചു പോവാം. ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചിരുന്നോ? അതെ നന്നായി പഠിക്കുക. അച്ഛന് ഉപദേശമൊക്കെ തന്നിട്ടുണ്ട്, നന്നായി പഠിക്കേ. അതെ, സ്വന്തം കാര്യം നോക്കരുത് കേട്ടോ, ബാക്കിയുള്ളവരുടെ അപ്പുറത്ത് കൊണ്ടുപോയി തലയിട്ടോളൂ അല്ലേ അശ്വിന്? അതെ. യെസ്, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നതൊക്കെ ഡ്രോപ്പ് ചെയ്യട്ടോ. ഡ്രോപ്പ് ചെയ്യ കാര്യങ്ങളൊക്കെ ബാക്ക് ടു അവർ ക്ലാസ്, ബാക്ക് ടു നോർമൽ. സ്ട്രിക്റ്റ് ആവട്ടെ. മിസ്സിനെ ആകെ തെറ്റിദ്ധരിച്ചെന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് എല്ലാവരും. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ നമ്മൾ പറയുന്ന നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ വേജസ് എന്താന്നുള്ളത് പറഞ്ഞു. ഇവിടെ ചെറിയൊരു ടോപ്പിക് ഉണ്ട്, എക്സംപ്റ്റഡ് എംപ്ലോയി ഉണ്ടോ? ഇവിടെ ഉണ്ടോ എക്സംപ്റ്റഡ് എംപ്ലോയി? ആരൊക്കെയാണ് ഇപ്പൊ നമ്മള് മറ്റേ ബോണസ് ആക്ടിൽ നോൺ എലിജിബിൾ എംപ്ലോയീസ് എന്നൊക്കെ പറഞ്ഞിരുന്നില്ലേ? അതുമാതിരി എക്സംപ്റ്റഡ് എംപ്ലോയീസ് എന്ന് പറയുന്നത് ആരൊക്കെയാണ് ഈ ആക്ട് പ്രകാരം? ഓക്കെ, എംപ്ലോയീസ് നോട്ട് ലയബിൾ ടു പേ എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ. അതായത് ഞാൻ പറഞ്ഞു, ഈ ESI എന്ന് പറയുന്നത് നമ്മുടെ എംപ്ലോയി എന്ത് ചെയ്യും, ഒരു സർട്ടൻ പെർസെന്റേജ് നമ്മുടെ സാലറിയിൽ നിന്ന് എന്ത് ചെയ്യും, കോൺട്രിബ്യൂട്ട് ചെയ്യും അവരുടെ ഈ ആക്ടിന്, ഈ സ്കീമിന് വേണ്ടിയിട്ട്. അതായത് ഈ സിക്നസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോ എന്ന് പറഞ്ഞു. അപ്പോ ഈ എംപ്ലോയീസ്, ഏതെങ്കിലും എംപ്ലോയീസ് ഈ എംപ്ലോയീസ് ഇൻഷുറൻസ് എന്നുള്ള ഈ ആക്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാത്ത, അല്ലെങ്കിൽ ഇഫ് ദേ ആർ നോട്ട് ലയബിൾ ഫോർ കോൺട്രിബ്യൂട്ടിങ്, അവൻ എന്ത് പറയുന്നു? എക്സംപ്റ്റഡ് എംപ്ലോയീസ് എന്ന് പറയുന്നു. മനസ്സിലാവുണ്ടോ? എംപ്ലോയി ഹൂസ് നോട്ട് ലയബിൾ ടു പേ എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ. ഈ എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ എംപ്ലോയി എന്ത് ചെയ്യുന്നില്ല, ലയബിൾ അല്ല. ഇഫ് ഈസ് നോട്ട് ലയബിൾ ടു പേ, അതിനെന്ത് പറയുന്നു? എക്സംപ്റ്റഡ് എംപ്ലോയി എന്ന് പറയുന്നത്. അങ്ങനെ ആയിരിക്കണമെങ്കിൽ ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്, ഇഫ് ഹിസ് ഡെയിലി വേജ് ഇസ് ബിലോ 15 റുപ്പീസ്, 15 രൂപയാണ് ഒരു ദിവസത്തെ ആവറേജ് വേജ് എങ്കിൽ, അതിൽ നിന്ന് ഈ ESI കൂടെ അടയ്ക്കാൻ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവിതം വഴിമുട്ടി പോവല്ലോ. അതുകൊണ്ട് എന്തില്ല നമ്മുടെ എക്സംപ്റ്റഡ് എംപ്ലോയി എന്നുള്ള കീഴിലെ അങ്ങനത്തെ എംപ്ലോയി സംബന്ധിച്ച് ചെയ്യില്ല, ഇൻക്ലൂഡ് ചെയ്യില്ല. ഹൂസ് വേജസ് ഇസ് ബിലോ ആവറേജ് വേജസ് ഇസ് ഡെയിലി വേജസ് ഇസ് ബിലോ ₹15.
മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അതാണ്. ഇനി ഫാമിലി നമ്മുടെ ആസ് പെർ ബോണസ് ആക്ട്, ബോണസ് അല്ല ഇന്നലെ പറഞ്ഞ ഗ്രാറ്റുവിറ്റി അല്ലെ. ഗ്രാറ്റുവിറ്റിയിൽ നമ്മുടെ ഫാമിലി ആരൊക്കെയായിരുന്നു? അനശ്വര, ആരൊക്കെയായിരുന്നു നമ്മുടെ ഫാമിലിയിലെ? ഇപ്പൊ കുറച്ച് പേരൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ആരൊക്കെയായിരുന്നു? സ്പൗസ് ഉണ്ടായിരുന്നു, പിന്നെ ആരൊക്കെയായിരുന്നു ബാക്കിയുള്ളവർ? ഷഹല, ചിൽഡ്രൻ, യെസ്. പിന്നെ എന്തൊക്കെയായിരുന്നു? അശ്വിനെ പോയാ? അശ്വിൻ ചിലപ്പോ ഇന്ന് മാത്രമേ പൊങ്ങിണ്ടായിരിക്കുള്ളൂ കേട്ടാ. ഇന്നലെ ചിലപ്പോ അവിടെ കിളി പോയിട്ടിരിക്കുന്നുണ്ടായിരിക്കും. ഡിപ്പെൻഡന്റ് പാരന്റ്സ്. ഓക്കെ, പിന്നെന്തൊക്കെയായിരുന്നു? വൈഫ്, യെസ്. സ്പൗസ് എന്ന് പറയുന്നത് തന്നെയാണ് കേട്ടോ വൈഫ് എന്നുള്ളതിൽ. സെപ്പറേറ്റ് വൈഫ് ഹസ്ബൻഡ് അങ്ങനെ നമ്മൾ എടുത്ത് പറയാൻ പാടില്ല. സ്പൗസ് എന്ന് അത് പറയാൻ പാടുള്ളൂ. ഓക്കെ, യെസ്. പിന്നെ എന്തൊക്കെയായിരുന്നു? അഡോപ്റ്റഡ് ചിൽഡ്രൻ, അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? പാരന്റ്സ് ഓഫ് സ്പൗസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻസർ മാത്രമല്ല, ആണെങ്കിൽ സ്മൈലി പിടിച്ച മിസ്സേ. ആൻസർ എന്റെ കയ്യിൽ നിന്ന് കിട്ടുമെന്ന് വിചാരിക്കണ്ട അല്ല അശ്വിനെ. യെസ്, അങ്ങനെ. ഇപ്പൊ ഫാമിലിയായിട്ട് നമ്മൾ കാര്യങ്ങളാണ് ഫാമിലി എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ സ്പൗസ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്പൗസ്. പിന്നെ ഇത് കുറെ പറയുന്നുണ്ട് കേട്ടോ, ഞാൻ ജസ്റ്റ് ഷോർട്ട് ആക്കി പറയാം. സ്പൗസ്, പിന്നെ പറയുന്നത് നമ്മുടെ മൈനർ 18 വയസ്സിനും താഴെയുള്ള നമ്മുടെ ചൈൽഡ്, അല്ലാന്നുവെച്ചെങ്കിൽ അഡോപ്റ്റഡ് ചൈൽഡ്. അഡോപ്റ്റഡ് എന്ന് വെച്ചിട്ട് എന്താ? ദത്തെടുത്തിട്ടുള്ളത് അല്ലെ. അത് ഈ അഡോപ്റ്റഡ് ആയിക്കോട്ടെ മൈനർ ആയിക്കോട്ടെ, ഡിസബിലിറ്റി ഉള്ള ചിൽഡ്രൻ ആണെങ്കിലും ആരുടെ കീഴിൽ വരും? ഈ ഫാമിലിയുടെ കീഴിൽ വരും. ഡിസേബിൾഡ് ആയിട്ടുള്ളതാണെങ്കിലും അവരുടെ കീഴിൽ വരും. അൺമാരീഡ് ഡോട്ടർ, അൺമാരീഡ് ഡോട്ടർ എന്ന് വെച്ചിട്ട് എന്താ? കല്യാണം കഴിയാത്ത പെമ്പിള്ളി മക്കൾ. മാരീഡ് ആണെങ്കിൽ എന്താ? പിന്നെ തീർന്നു. ഓക്കെ, ലോന്റെ ഓരോ കളികളി. മാരീഡ് ആണെങ്കിൽ അൺമാരീഡ് ഡോട്ടർ. ഡിപ്പെൻഡന്റ് പാരന്റ്സ്. ഓക്കെ, ഡിപ്പെൻഡന്റ് പാരന്റ്സ്. പിന്നെ ഇൻ കേസ് ഓഫ് ഇൻഷുർഡ് പേഴ്സൺ ഇസ് അൺമാരീഡ്, ഹിസ് പാരന്റ്സ് ആർ നോട്ട് എലീവ് എ മൈനർ ബ്രോ ഓർ സിസ്റ്റർ വോളി ഡിപ്പെൻഡ് ഓൺ ഇൻഷുർഡ് പേഴ്സൺ. അതായത് ഒന്നുമില്ല, ഈ ഇൻഷുർഡ് പേഴ്സൺ എന്താ ഇഷ്യൂസ് ഉണ്ടോ? ഒബ്ജക്റ്റീവ് ടൈം ക്വസ്റ്റ്യൻസ് പറഞ്ഞു തായോ എക്സാം മോഡൽ ഓൾ ചാപ്റ്റേഴ്സിൽ നിന്ന് സെറ്റാക്കാം. ലാസ്റ്റ് ക്ലാസ് അതിനുള്ളതാണ്. എല്ലാ ലെസണും എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഞാൻ ഈ നിങ്ങൾക്ക് റിവിഷൻ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചിട്ടാ? വെറുതെക്ക് എനിക്ക് വട്ടായിട്ട് ഞാൻ വെറുതെ പറയുന്നത് നിങ്ങൾക്ക് ആ ലെസൺ മൊത്തം തറാവാനാ. ഞാൻ ചോദിക്കുമ്പോ നിങ്ങൾക്ക് പറയുമ്പോ നിങ്ങൾക്ക് ഒരു ലെസന്റെ മൊത്തം കവറേജ് കിട്ടുന്നുണ്ടോ? നിങ്ങൾക്ക് ഒന്ന് പറയാൻ പറ്റുമോ? ഞാൻ മൊത്തം ചോദിക്കുമ്പോ നിങ്ങൾക്ക് മൊത്തം ഉണ്ടോ? അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയണേ, റിവൈൻഡ് ചെയ്യുന്നുള്ളത്. അല്ലാണ്ട് എനിക്ക് തലയ്ക്ക് ഓളം വെട്ടൊന്നും ഇല്ല കേട്ടോ. മനസ്സിലായോ? കിട്ടുന്നുണ്ട്. ഇതാണ് ഉള്ളത്. അതെ അതെ അതെ. അല്ലാണ്ട് ഈ നിങ്ങളെ ഈ A to Z വരെ പാരഗ്രാഫ് ലെസൺ മൊത്തം പഠിപ്പിച്ചിട്ട് എനിക്ക് ഒന്നും കിട്ടാനില്ല. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും എവിടെ നിന്ന് ചോദിച്ചാലും എല്ലാം സെറ്റായി കിട്ടാൻ ഈ റിവൈൻഡ് ചെയ്ത് നടക്കണം. മനസ്സിലായോ? അതും കൂടെ ഒന്ന് മനസ്സിലാക്കിയാൽ നല്ലതായിരിക്കും. ഓക്കെ, ഫാമിലി എന്ന് പറയുന്നത് ഒന്ന് പറഞ്ഞ സ്പൗസ്, പിന്നെ മൈനർ ഓർ അഡോപ്റ്റഡ് ചിൽഡ്രൻ വെദർ ഡിസേബിൾഡ് ഓർ നോട്ട്. ഓക്കെ, ദെൻ അൺമാരീഡ് ഡോട്ടർ, പിന്നെ പറയുന്നത് ഡിപ്പെൻഡന്റ് പാരന്റ്സ്, പിന്നെ പറയുന്നത് ലാസ്റ്റ് പോയിന്റ് ഒന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ ഇൻഷുർഡ് പേഴ്സൺ അൺമാരീഡ് ആണെന്ന് വിചാരിക്കുക. അതായത് നമ്മുടെ ഇൻഷുർഡ് പേഴ്സൺ ഈ എംപ്ലോയിയുടെ ഇപ്പൊ നമ്മൾ എംപ്ലോയ്മെന്റ് ചെയ്യുമ്പോൾ എംപ്ലോയിയുടെ പേഴ്സൺ പേരിലാണല്ലോ നമ്മൾ ESI ഉണ്ടാവുക. അപ്പൊ ഇൻഷുർഡ് പേഴ്സൺ എന്ന് പറയാം കേട്ടോ. ഈ ഇൻഷുർഡ് പേഴ്സൺ കല്യാണം കഴിഞ്ഞിട്ടില്ല, അൺമാരീഡ് ആണെന്ന് വിചാരിക്കാം. ആൻഡ് ഹിസ് പാരന്റ്സ് നോട്ട് അലൈവ്. എന്താ അവരുടെ അച്ഛനമ്മയും അയാൾ അച്ഛനും അമ്മയും ജീവിക്കുന്നില്ല, അയാൾ എന്താ കല്യാണം കഴിച്ചിട്ടുമില്ല. അങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ ബ്രദർ അല്ലെങ്കിൽ സിസ്റ്റർ, മൈനർ ആയിട്ടുള്ള, മൈനർ വെച്ചാൽ 18 വയസ്സിന് താഴെയുള്ള ബ്രദറോ സിസ്റ്ററോ ഇയാളെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ അയാളും എന്തായിട്ട് വരും? നമ്മുടെ ഫാമിലിയുടെ കീഴിൽ വരും. മനസ്സിലാവുന്നുണ്ടോ? ഒന്നുകൂടെ പറയണോ? If the insured person is unmarried, his parents are not alive, a minor brother or sister wholly depend on insured person. മനസ്സിലാവുണ്ടോ? ക്ലിയർ ആണോ? എല്ലാവർക്കും ക്ലിയർ ആണോ? മനസ്സിലാവും ക്ലാസ്?
പകുതി വെച്ച് കയറിയ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും കേട്ടോ. രാഹുലൊക്കെ അശ്വിനെ പഠിപ്പിക്കണമെന്നു സ്ട്രിക്റ്റ് ആൻസേഴ്സ്, സ്ട്രിക്റ്റ് റെസ്പോൺസസ്. കുറ്റായിട്ട് പറഞ്ഞാലോ നല്ലതാണ്. അല്ല, ഐ ഫെൽസ് അത്രേ ഉള്ളൂ. കറക്റ്റ് ആൻസേഴ്സ് ഒക്കെ ഇവരൊക്കെ പഠിപ്പിക്കില്ല. അതെ അതെ അതെ. എനിക്ക് ശരിക്കും പറയാച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, കുറച്ച് ബുജ്ജി. യെസ്. ഓക്കെ. അപ്പൊ അത് കഴിഞ്ഞു. ഫാമിലിയിൽ ആരൊക്കെ ഇൻക്ലൂഡ് ആവാന്നുള്ളത് പറഞ്ഞു. പിന്നെ ചെറിയൊരു ഡെഫിനിഷൻ പറഞ്ഞുതരാം. സ്റ്റാൻഡേർഡ് ബെനിഫിറ്റ് റേറ്റ്. എന്താണ് സ്റ്റാൻഡേർഡ് ബെനിഫിറ്റ് റേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ESI ഉള്ളതാണ്. സ്റ്റാൻഡേർഡ് ഇല്ല, ലാഗ് വരുന്നില്ല. എന്റെ വോയിസിലാണോ? ആണോ? ഇപ്പോഴും ഉണ്ടോ? ആകെ 2 ടോപ്പിക്കും കൂടെ ഉള്ളൂ പറയാൻ. അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലെസൺ തീരും. യുവർ ഇന്റർനെറ്റ് കണക്ഷൻ ഇസ് അൺസ്റ്റേബിൾ എന്ന് പറയുന്നുണ്ട്. ഇപ്പോഴും വോയിസ് ഇഷ്യൂസ് ഉണ്ടോ? ഓഡിബിൾ അല്ല? ഇപ്പോ ഇല്ല കേൾക്കാൻ. ഇപ്പോ ഓക്കെ ആണ്. ഓക്കെ. എനിക്ക് കുറച്ച് നേരത്തെ ഇന്റർനെറ്റ് അൺസ്റ്റേബിൾ എന്നുള്ളത് പറഞ്ഞു, അതുകൊണ്ടാണ് കേട്ടോ. സ്റ്റാൻഡേർഡ് ബെനിഫിറ്റ് റേറ്റ് ഹെഡിങ് കൊടുത്തോ. സ്റ്റാൻഡേർഡ് ബെനിഫിറ്റ് റേറ്റ്. സ്റ്റാൻഡേർഡ് ബെനിഫിറ്റ് റേറ്റ്. ഇവിടെ 1 വേർഡ് ചോദിക്കാണ്. എന്താണ് സ്റ്റാൻഡേർഡ് ബെനിഫിറ്റ് റേറ്റ് എന്ന് പറയണം. ഓക്കെ. അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ അതിൽ ഓപ്ഷൻസ് കൊടുക്കുമ്പോൾ നിങ്ങൾ എഴുതേണ്ട ആൻസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ ഡെയിലി റേറ്റ് at which sickness benefit is payable to an insured employee. Sickness benefit is payable to an insured employee. The daily rate at which sickness insured employee. അതായത് ഒന്നുമില്ല, ഒരു സിക്നസിന്റെ ബെനിഫിറ്റ് നമ്മൾ ഒരു ദിവസം എത്ര രൂപയാണ് കൊടുക്കുന്നത്. ഓക്കെ, ഇൻഷുർഡ് ആയിട്ടുള്ള എംപ്ലോയിക്ക് ആസ് എ പാർട്ട് ഓഫ് സിക്നസ് ബെനിഫിറ്റ് എത്ര രൂപയാണ് ഒരു ദിവസം, ഓക്കെ, ഒരു ദിവസം കൊടുക്കുന്നത് എന്നുള്ള ആ റേറ്റിനാണ് നമ്മൾ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ബെനിഫിറ്റ് റേറ്റ് എന്ന് പറയുന്നത്. സിക്നസ് കേട്ടോ, സിക്നസ് ബെനിഫിറ്റ് ഒരു ദിവസം എത്ര രൂപയാണ് കൊടുക്കുന്നത്, ഡെയിലി റേറ്റ് കൊടുക്കുന്നത്. ദാറ്റ് ഈസ് വാട്ട് ഇറ്റ് മെന്റ് ബൈ സ്റ്റാൻഡേർഡ് ബെനിഫിറ്റ് റേറ്റ്. ക്ലിയർ ആണോ? ഓക്കെ. ഒരു കാര്യം ചെയ്തോ, ഇന്ന് ക്ലാസ് മതി. ഇന്ന് നമ്മുടെ അശ്വിന്റെ വാക്ക് കൺസിഡർ ചെയ്തിരിക്കുന്നു. മതി. സമാധാനായി. അപ്പൊ ഒരു കാര്യം ചെയ്യാ, നാളേക്ക് ഇതൊക്കെ ഒന്ന് റിവൈൻഡ് ചെയ്തിട്ട് വരണം കേട്ടോ. ഇന്നിപ്പോ എന്തായാലും സൺഡേ അല്ലേ. ഇനിയിപ്പോ അതിന്റെ ഇടയിൽ നിങ്ങൾക്ക് ഇനി പ്രശ്നങ്ങളൊന്നും വേണ്ട. ഓക്കെ. അപ്പൊ ടുമോറോ ഞാൻ ഒന്ന് നോക്കിയിട്ട് ഞാൻ പറയാം. ചിലപ്പോ ക്ലാസ് ഉണ്ടായിരിക്കുന്നതല്ല നാളെ,
നാളെ എനിക്ക് ഓഫീസിൽ കുറച്ച് ഒഫീഷ്യൽ മീറ്റിംഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോ ലെറ്റ്സ് സീ. ഓക്കെ, അപ്പോ ഇപ്പൊ എങ്ങനാ ശരിക്കും ഇതിൽ പോരട്ടെ? മനസ്സിലായില്ല. അതെ 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 അതെ, ശരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യണം. അതെ 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 അതെ, ശരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യണം. ഇത് പിന്നെ അതെ 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 വളരെ ശരിയാണ് പറഞ്ഞത്. നോക്കട്ടെ, മോസ്റ്റ് പ്രോബബ്ലി എന്ത് ചെയ്യാം, നമുക്ക് മാക്സിമം നോക്കാം. ഓക്കെ, അതിനനുസരിച്ച് നമുക്ക് ടൈം സെറ്റ് ചെയ്യാം. ചിലപ്പോ 2 hours ആയിരിക്കില്ല, 1 hour ആയിരിക്കും. അങ്ങനെ ആയിരിക്കാൻ ചാൻസ് ചിലപ്പോ ഡിപ്പെൻസ്. ഓക്കെ, ഞാൻ പറയാം എന്തായാലും. ഓക്കെ, അപ്പൊ നമുക്കിന്ന് ലീവ് ചെയ്യാം. സൺഡേ ഒക്കെ എൻജോയ് ചെയ്യേ. ഒരു 15 minutes മുന്നേ വിട്ടിട്ടുണ്ട്. ഓക്കെ, ആ മിസ് പറഞ്ഞോളൂ. എന്താ അശ്വിനെ, എന്തെങ്കിലും പറയാനുണ്ടോ? ഓക്കെ, ബൈ എന്ന് പറഞ്ഞതാ. ഓക്കെ ഓക്കെ, അപ്പൊ വേഗം താങ്ക് യു.